Good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Okay. എന്റെ പേര് ഒരുപാട് പേര് ചോദിക്കണ്ടായില്ല. എന്റെ പേര് ശരിക്കും എന്താ അറിയോ? Sharina, ma'am. Sarina. ഒരുപാട് പേര് എന്താന്ന് ചോദിക്കണ്ടായിരുന്നു. ഷെറീന എന്ന പേര്, ഷെറീന. Okay. Nice name. ഓക്കെ, താങ്ക് യു. നമ്മള് ഇനിയിപ്പോ നമുക്ക് ക്ലാസ് നിങ്ങൾക്ക് ജനുവരി ഒക്കെ ആവുമ്പോഴത്തേനും എക്സാം തുടങ്ങും. അപ്പൊ നമുക്ക് അതിന്റെ ഉള്ളിലെ പോർഷൻസ് ഒക്കെ എടുത്ത് തീർക്കണം. നെയിം മാത്രമേ പ്ലേസ് എവിടെ മാം? എന്റെ എറണാകുളം ഡിസ്ട്രിക്റ്റില് പറവൂര്. പറവൂരാണോ മാം? പറവൂര് എവിടെയാണ്? നോർത്ത് പറവൂര്? നോർത്ത് പറവൂര് മാഞ്ഞാലി എന്ന് പറയും. മാഞ്ഞാലിയാ? മാഞ്ഞാലി എന്റെ നാട് മാഞ്ഞാലിയാണ്. ഞാൻ മാഞ്ഞാലിയാണ്. മാഞ്ഞാലി മറ്റേ മാവിൻചോടൊക്കെ അറിയാം മാം? മാവിൻചോട് പള്ളിയുടെ ബാക്കിലായിട്ടാണ് വീട്. ചന്തപ്പാട് എനിക്കറിയാലോ. എന്റെ താമരമുക്കാണ്. താമരമുക്ക്. അവിടെ ഇസാക്ക് ട്രാവൽസ് ഒക്കെ ഉണ്ടല്ലോ മാം. ഇസാക്ക് ബിരിയാണി. മാഞ്ഞാലി മൊത്തം ബിരിയാണി. ഞങ്ങള് അവിടെ ആ റേഷൻ കടയുടെ അവിടെ നിന്ന് അങ്ങോട്ട് കയറുമ്പോ മൂന്നാമത്തെ വീട്. മൂന്നാമത്തെ വീട്. മാമിന്റെ ഹസ്ബൻഡിന്റെ പേര്? അബ്ദുൽ ജബ്ബാർ. ആള് റവന്യൂല് സർവേയർ ആയിട്ട് വർക്ക് ചെയ്യും. ഓക്കെ. വാപ്പിച്ചിക്ക് അറിയാൻ പറ്റും ചിലപ്പോ അവിടെ എല്ലാവരും. ശരി. ഓക്കെ, അപ്പൊ നമുക്കിപ്പോ 37 പേരായിട്ടുണ്ട്. നമ്മളപ്പോ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ക്ലാസ് നമുക്ക് ഡിസംബർ കഴിയുന്നതോടുകൂടി തീർക്കണം. ഫുള്ള് ക്ലാസ് എല്ലാ പോർഷൻസും തീർക്കണം. അപ്പൊ നമ്മൾ ഇത്തിരി സ്പീഡിൽ പോകുന്ന വെച്ചാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവാതിരിക്കുന്നില്ല. ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങള് ഞാൻ പറഞ്ഞുതരും. ക്വസ്റ്റ്യൻസ് നിങ്ങൾ അത് നോട്ട് ചെയ്താൽ മതി. ഓക്കെ, നമ്മള് പതുക്കെ ഇങ്ങനെ പോയാൽ നമ്മുടെ പോർഷൻസ് തീരൂല. പിന്നെ നിങ്ങൾക്ക് ഡിസംബറിൽ ലാസ്റ്റ് തീർന്ന ജനുവരി ആവുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എക്സാം തുടങ്ങും. അപ്പൊ നമ്മള് കറക്റ്റ് മനസ്സിലാക്കി ഞാൻ തന്നിട്ടാ ഞാൻ പോവുള്ളൂ. ഓക്കെ, പെട്ടെന്ന് അങ്ങനെ സ്പീഡിൽ പോകുന്ന വെച്ചാൽ മനസ്സിലാക്കാത്ത രീതിയിലല്ല. നമുക്ക് പോർഷൻസ് തീർക്കണം. എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് റിവിഷൻ എടുക്കണം. ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ആൻസർ ചെയ്യണം. ഓക്കെ, കുഴപ്പമില്ലല്ലോ? ഓക്കെ, നമ്മൾ എവിടെ നിന്നാണ് എടുത്തു നിർത്തിയത്? മറ്റേ ഇതെല്ലാം കഴിഞ്ഞില്ലേ? ട്രാൻസ്ഫർ ടു ആൻ എക്സ്റ്റൻഡഡ് കെയർ ഫെസിലിറ്റി, അത് കഴിഞ്ഞില്ലേ? ഇനി എടുക്കാനുള്ളത് കീ എലമെന്റ്സ് ഫോർ ട്രാൻസ്ഫർ ഓഫ് ക്രിട്ടിക്കൽ ഇൽ പേഷ്യന്റ് ആണോ?
അതെ മാം, അതെ അതെ. ഓക്കെ അപ്പൊ അവിടെ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. അതെ മാം. ഓക്കെ. സ്ക്രീൻ ഷെയർ ചെയ്യുന്നത് അത് കാണാൻ പറ്റണ്ട? ഓക്കെ. എന്താ നോക്കാം. കീ എലമെന്റ്സ് ഫോർ ട്രാൻസ്ഫർ ഓഫ് ക്രിട്ടിക്കൽ ഇൽ പേഷ്യന്റ്. ക്രിട്ടിക്കലായ ഭയങ്കര സീരിയസ് ആയ പേഷ്യൻസിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ചു ഒരു പേഷ്യൻസിനെ നമ്മൾ എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യണത്. 2 രീതിയിൽ ട്രാൻസ്ഫർ ചെയ്യാം. അതേ ഹോസ്പിറ്റലിൽ വേറൊരു ഡിപ്പാർട്ട്മെന്റിലോട്ട് അല്ലെങ്കിൽ വേറൊരു യൂണിറ്റിലോട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അല്ലാതെ നമ്മൾ എങ്ങനെ വേറൊരു ഹോസ്പിറ്റലിലോട്ട്, കൂടുതൽ ഫെസിലിറ്റി ഉള്ള വേറൊരു ഹോസ്പിറ്റലിലോട്ട് നമുക്ക് ആ പേഷ്യൻസിനെ ട്രാൻസ്ഫർ ചെയ്യാം. ഇവിടെ നമ്മൾ പറയണത് ക്രിട്ടിക്കലായ ഭയങ്കര സീരിയസ് ആയ ഒരു പേഷ്യൻസിനെ എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യണമെന്ന്. അതിന് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ നോക്കണം എന്നാണ് പറയണത്. നമുക്ക് നോക്കാം. ഒന്നാമത് കുറെ പോയിന്റ്സ് ആയിട്ടാണ് ABCD 4 പോയിന്റ്സ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൽ നമുക്ക് എന്താ പറഞ്ഞേക്കണേ നോക്കാം. ഫസ്റ്റ് പറഞ്ഞേക്കണത് ഡിസിഷൻ ടു ട്രാൻസ്ഫർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ ഒരു പേഷ്യൻസിനെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അപ്പൊ നമ്മൾ എന്താ അവരായിട്ട് ഒരു ആശയവിനിമയം വേണം, കമ്മ്യൂണിക്കേഷൻ വേണം. അപ്പൊ നമ്മൾ പേഷ്യൻസിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമ്മൾ എന്താ അവരായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ള ഒരു തീരുമാനം, അവരോട് സംസാരിച്ച് നമ്മുടെ ഇഷ്ടത്തിന് പേഷ്യൻസിന്, നമ്മൾ എമർജൻസി ആയ പേഷ്യന്റാ, ക്രിട്ടിക്കൽ സ്റ്റേജ് ആണ് പേഷ്യൻസിന്. അപ്പൊ നമ്മൾ ആ പേഷ്യൻസിനെ ട്രാൻസ്ഫർ ചെയ്യാൻ നമ്മുടെ ഒരു തീരുമാനം മാത്രമേ പോരാ. നമ്മൾ പേഷ്യൻസിന്റെ റിലേറ്റീവ്സിനോടൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഒന്ന് സംസാരിക്കും, പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. എന്നിട്ടാണ് നമ്മൾ ഒരു തീരുമാനം എടുക്കുന്നത്, പേഷ്യൻസിനെ ട്രാൻസ്ഫർ ചെയ്യണത്. അപ്പൊ അതെങ്ങനെയാണ് തീരുമാനം എന്നൊക്കെ നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്താ, ദ ഡിസിഷൻ ടു ഷിഫ്റ്റ് ദ പേഷ്യൻസ് ഈസ് ഇമ്പോർട്ടന്റ് vulnerability of exposure of the patients and the staff to extra risk and extra expenses for the relatives and the hospital. എന്താ പറഞ്ഞേ, നമ്മളിങ്ങനെ എമർജൻസി ആയ പേഷ്യൻസിനെ ഷിഫ്റ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നതിന് നമുക്ക് പല കാരണങ്ങളുണ്ടാവും. എമർജൻസി ആണെങ്കിൽ ആ പേഷ്യൻസിന് എന്തുകൊണ്ടാ നമുക്ക് ഹോസ്പിറ്റലുകാർ നമ്മളോട് പറയും, അവര് ഡിസിഷൻ എടുക്കുകയാണ് ഷിഫ്റ്റ് ദ പേഷ്യന്റ്. ഏറ്റവും നമ്മൾ പ്രധാനമായിട്ട് പേഷ്യൻസിനെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മളോട് പറയണം ആ പേഷ്യൻസ് എന്താ ഇമ്പോർട്ടന്റ് വളറബിലിറ്റി ഓഫ് എക്സ്പോഷർ. നമ്മൾ ആ പേഷ്യൻസ് ആയിട്ട് എക്സ്പോഷർ എന്ന് വെച്ചാൽ എന്താ സമ്പർക്കം, അവരായിട്ടുള്ള ആ ഒരു കണക്ഷൻ. അപ്പൊ അതെങ്ങനെ ഉണ്ടാവുമ്പോൾ നമ്മൾ പേഷ്യൻസിനോട് പറയാണ് അവരായിട്ടൊരു വീക്ക്നെസ്. നമ്മൾ പേഷ്യൻസിനോട് നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി എന്ത് പറയണം, അവിടുത്തെ സ്റ്റാഫും പേഷ്യൻസും കൂടി നമ്മൾ ഒരു ഇതുണ്ടാക്കിയെടുക്കണം, സമ്പർക്കം ചെയ്യണം. എന്നുവെച്ചാൽ അവരായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ, അവരായിട്ടൊരു നല്ലൊരു സമ്പർക്കമായിട്ട് എടുക്കണം. നമ്മൾ അവരോട് നല്ലൊരു റിലേഷൻ എടുക്കണം, നല്ലൊരു റിലേഷൻ ആയിരിക്കണം പേഷ്യൻസും അവിടുത്തെ സ്റ്റാഫും തമ്മിൽ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒരു പേഷ്യൻസിന്റെ ഭയങ്കര ക്രിട്ടിക്കൽ സ്റ്റേജിൽ നിൽക്കുകയാണ്, നമ്മൾ വേറൊരു ഹോസ്പിറ്റലിൽ പോവുകയാണ്, അത് നമ്മൾ അവരോട് പറയുകയാണ് നിങ്ങൾ ഇവിടെ നിന്ന് വേറെ ഹോസ്പിറ്റലിലോട്ട് എന്തുകൊണ്ടാ പോണേ, ടു എക്സ്ട്രാ റിസ്ക് ആൻഡ് എക്സ്ട്രാ എക്സ്പെൻസസ്. എന്നുവെച്ചാൽ ഭയങ്കര അപകടമാണ്, നമുക്ക് കൂടുതൽ അപകടത്തിലേക്ക് പോവാതിരിക്കാനാ. ഈ ഹോസ്പിറ്റലിൽ കിടന്നാൽ നമുക്ക് എന്തുണ്ടാവും, ഇപ്പൊ ഭയങ്കര ക്രിട്ടിക്കൽ സ്റ്റേജിൽ കിടക്കുന്ന പേഷ്യന്റാ. അപ്പൊ നമ്മൾ കുറച്ചും കൂടിയും അവർക്ക് ഇവിടുത്തെ ഫെസിലിറ്റി കുറവാണ്, ഇവിടുത്തെ ഫെസിലിറ്റിയിൽ നമുക്ക് ആ പേഷ്യൻസിനെ രക്ഷിക്കാൻ പറ്റില്ല. അപ്പൊ കുറച്ചും കൂടി നല്ലൊരു ഫെസിലിറ്റീസ് ഉള്ള ഹോസ്പിറ്റലിലോട്ട് നമ്മൾ കൊണ്ടുപോകണം. അപ്പൊ നമ്മൾ പേഷ്യൻസിനോട് പറയും എക്സ്ട്രാ റിസ്ക് കിട്ടാൻ വേണ്ടി, ഈ അപകടത്തിൽ നിന്ന് മാറ്റി നല്ലൊരു പേഷ്യൻസ് ആവാനും എക്സ്ട്രാ എക്സ്പെൻസ്. ഇവിടെ ഭയങ്കര കാശ് ചെലവായിരിക്കും, ഇവിടെ എല്ലാ ഫെസിലിറ്റീസ് ഉണ്ടാവും. നമ്മൾ 2 തരത്തിലാ പേഷ്യൻസിനെ ട്രാൻസ്ഫർ ചെയ്യണത്. ക്രിട്ടിക്കലായ പേഷ്യൻസിന് എക്സ്ട്രാ റിസ്കിന്റെ അടിസ്ഥാനത്തിലും ചെയ്യാം, എക്സ്ട്രാ എക്സ്പെൻസിന്റെ അടിസ്ഥാനത്തിലും. ഈ ഹോസ്പിറ്റലിൽ എല്ലാ സൗകര്യവും ഉണ്ട്, ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ എന്തായിരിക്കും, ഭയങ്കര എക്സ്പെൻസ് ആയിരിക്കും, ഭയങ്കര ക്യാഷ് ആയിരിക്കും, നമ്മളെ കൊണ്ട് താങ്ങില്ല. പക്ഷെ അങ്ങനെയുള്ള ആൾക്ക് അവരെന്ത് ചെയ്യും, നമുക്ക് ഗവൺമെന്റിന്റെ മെഡിക്കൽ കോളേജ് ഉണ്ട്, മെഡിക്കൽ കോളേജ് ഉള്ള അവിടേക്ക് എന്താ അവിടുത്തെ ഡോക്ടർമാര് കുറച്ചും കൂടി എന്തായിരിക്കും നല്ലൊരു ഡോക്ടറേറ്റ്സ്, അവര് ഗവൺമെന്റിൽ പഠിച്ച് ഗവൺമെന്റിൽ ജോലി കിട്ടിയ ഡോക്ടർമാരാണ്. അപ്പൊ അവർക്ക് അതിൻ്റെതായ ക്വാളിറ്റി ഉണ്ടാവും,
പിന്നെ അവിടെ മെഡിക്കൽ കോളേജ് ഒക്കെ ആവുമ്പോൾ നമുക്ക് എല്ലാത്തിനും കുറെ ക്യാഷ് വേണ്ട, ചില കാര്യത്തിന് മാത്രം ക്യാഷ് മതി. അവിടെ ടെസ്റ്റിനൊക്കെ ഇത്രയും പെർസെന്റേജ് ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ക്യാഷ് ഒക്കെ നല്ല കുറവായിരിക്കും. ഇപ്പൊ നമ്മുടെ ഹാർട്ടിന്റെ ഓപ്പറേഷൻ ഒക്കെ ആണെങ്കിലും ഓപ്പൺ സർജറി ആയാലും കീബോർഡ് അങ്ങനെ എന്ത് ചെയ്യണമെങ്കിലും നമുക്ക് മെഡിക്കൽ കോളേജിൽ എങ്ങനെ ചിലപ്പോ ഫ്രീ ആയിട്ട് ചെയ്യണവരുണ്ട്, ചിലവർക്ക് നമ്മുടെ കാർഡ് അനുസരിച്ചാണ്, BPL കാർഡർക്ക് ഫ്രീ ആണ്. അപ്പൊ അതിന്റെ ഒക്കെ ഒരുപാട് ഇത് നമ്മുടെ മെഡിക്കൽ കോളേജിലുണ്ട്. അപ്പൊ ഇവിടെ ഇതുപോലെ തന്നെ ഈ ഓപ്പറേഷൻ ചെയ്യും ഈ ഹോസ്പിറ്റലിൽ. പക്ഷെ ഇവിടെ ഭയങ്കര എക്സ്പെൻസ് ആണ്, ഭയങ്കര എക്സ്ട്രാ കാശ് വരും. നമ്മൾ വിചാരിക്കുന്നേക്കാളും ഭയങ്കര കാശ് കൂടുതലായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യും? പേഷ്യൻസിനെ റിലേറ്റീവ്സിനോട് വിവരങ്ങളൊക്കെ പറയും. നിങ്ങൾക്ക് താങ്ങില്ല. ഇപ്പൊ നമ്മളെ കാണുമ്പോ പേഷ്യൻസിനെ കാണുമ്പോ തന്നെ ഹോസ്പിറ്റലിലെ സ്റ്റാഫിനും അവിടുത്തെ അവർക്ക് മനസ്സിലാകും ഈ പേഷ്യൻസ് റിച്ച് അല്ല, ഈ ഇവിടുത്തെ ഹോസ്പിറ്റലിലെ ക്യാഷ് അവർക്ക് താങ്ങാൻ പറ്റില്ല. അപ്പൊ ഇതേ ഉള്ള ഇത്രയും ഫെസിലിറ്റീസ് ഇല്ലെങ്കിലും നല്ല കെയറും നല്ല ഡോക്ടറെ ട്രീറ്റ്മെന്റ് ഒക്കെ കിട്ടണ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്ത ഇവർക്ക് അവിടെ കുറച്ച് കാശ് സൗകര്യം കിട്ടും, പേഷ്യൻസ് രക്ഷപ്പെടും എന്ന് ഉറപ്പുണ്ടെങ്കിൽ നമ്മളെ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് എന്ത് ചെയ്യും? ട്രാൻസ്ഫർ ചെയ്യാനുള്ള തീരുമാനം എടുക്കും. അപ്പൊ അതന്നെ ഇവിടെ പറഞ്ഞേ, പേഷ്യൻസിന് എക്സ്ട്രാ റിസ്ക് ആൻഡ് എക്സ്ട്രാ എക്സ്പെൻസസ്. അപ്പൊ അവിടെ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ഡിസിഷൻ നമ്മൾ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പേഷ്യൻസിന് ഒരു തീരുമാനം എടുക്കുകയാണ്. എന്തിന്റെ അടിസ്ഥാനത്തിലാ? വളറബിലിറ്റി ഓഫ് എക്സ്പോഷർ എന്ന് വെച്ചാൽ എന്താ? പേഷ്യൻസിന്റെ ആ ഒരു അവസ്ഥ, വീക്ക്നെസ്, ദുർബലമായി. വളറബിലിറ്റി എന്ന് വെച്ചാൽ എന്താ? പേഷ്യൻസിന്റെ മറ്റേ ആ ദുർബലമായ ഒരു വീക്ക്നെസ്, അവരൊരു അവസ്ഥ ഓഫ് എക്സ്പോഷർ, അവരായിട്ട് ഒരു സമ്പർക്കം ഉണ്ടാക്കുക നമ്മൾ പേഷ്യൻസ് ആയിട്ട്. പേഷ്യൻസിന്റെ ആ ഒരു അവസ്ഥ അറിഞ്ഞിട്ടാണ് നമ്മൾ പേഷ്യൻസിനെ ഷിഫ്റ്റ് ചെയ്യണത്. നിങ്ങൾ അണ്ടർലൈൻ ചെയ്തിട്ടോ ഈസ് ഇമ്പോർട്ടന്റ് വളറബിലിറ്റി ഓഫ് എക്സ്പോഷർ എന്ന് അണ്ടർലൈൻ ചെയ്തിടാം. കാരണം നമ്മൾ തീരുമാനം എടുക്കാനുള്ള മെയിൻ കാരണം പേഷ്യൻസിന്റെ എന്താ? പിന്നെ മെയിൻ ആയിട്ട് എന്താ? അവിടുത്തെ എക്സ്ട്രാ റിസ്ക് ആൻഡ് എക്സ്ട്രാ എക്സ്പെൻസസ്, അതും അണ്ടർലൈൻ ചെയ്തിടാം. എക്സ്ട്രാ റിസ്ക് ആൻഡ് എക്സ്ട്രാ എക്സ്പെൻസസ്. അപ്പൊ കൂടുതൽ അപകടം വരാതിരിക്കാനും കൂടുതൽ എക്സ്പെൻസ് ആവാതിരിക്കാനും ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ റിലേറ്റീവ്സിനോട് പറഞ്ഞ് ഹോസ്പിറ്റൽ, അങ്ങനെയാണ് നമ്മൾ തീരുമാനം എടുക്കുന്നത്. തീരുമാനം എടുത്തിട്ടില്ല, നമ്മൾ തീരുമാനിക്കുകയാണ് ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും എന്ന് നമ്മൾ റിലേറ്റീവ്സിനെ അറിയിച്ചു. ഹോസ്പിറ്റലുകാർ എന്ത് ചെയ്തു? പേഷ്യൻസിന്റെ റിലേറ്റീവ്സിനോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ കിടന്നാൽ ഇത്രയും ക്യാഷ് വരും, ഇത്രയും എക്സ്പെൻസ് വരും, ഇത്രയും റിസ്ക് ആണ്. കാരണം ഇവിടെ ഇത്ര ഫെസിലിറ്റീസ് ഇല്ല, ഇവിടെ കുറവാണ്. ഇവിടെ ഫെസിലിറ്റീസ് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളെ കൊണ്ട് ക്യാഷിന് താങ്ങില്ല. അപ്പൊ നിങ്ങൾ മെഡിക്കലിന്റെ ഹോസ്പിറ്റലിലോട്ട് പോയിക്കോ, അവിടെ ഇത്ര ഉള്ളൂ നമ്മളത് പറഞ്ഞു തീരുമാനിച്ചു, പോയിട്ടില്ല. അപ്പൊ അത് നമ്മൾ റിലേറ്റീവ്സിനോട് പറഞ്ഞു. അതാണ് ഫസ്റ്റ് പോയിന്റ്. അവിടെ 2 ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. ദ ഡിസിഷൻ ടു ഷിഫ്റ്റ് ദ പേഷ്യൻസ് ഈസ് ഇമ്പോർട്ടന്റ് വളറബിലിറ്റി ഓഫ് എക്സ്പോഷർ അണ്ടർലൈൻ ചെയ്യാം. പിന്നെന്താ? ടു എക്സ്ട്രാ റിസ്ക് ആൻഡ് എക്സ്ട്രാ എക്സ്പെൻസസ് അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ കേൾക്കണില്ല എല്ലാവർക്കും? ഓക്കെ, നെക്സ്റ്റ് സെക്കൻഡ് പോയിന്റ് എന്താ പറയണേ? രണ്ടാമത് എന്താ പറയണേ നോക്കാം. രണ്ടാമത് എന്താ? ദ ഡിസിഷൻ ടു ട്രാൻസ്ഫർ ദ പേഷ്യൻസ് ഈസ് ഡിസൈഡഡ് by a senior consultant level doctor by way of discussion with the patient's relatives about the benefits and risk involved. നമ്മൾ തീരുമാനിച്ചു. നമ്മൾ എന്ത് തീരുമാനിച്ചു? പേഷ്യൻസിനെ കൊണ്ടുപോകുക. എന്തിന്റെ അടിസ്ഥാനത്തില്? ദ റിസ്ക് ആൻഡ് എക്സ്ട്രാ എക്സ്പെൻസസ്. അതിന്റെ അടിസ്ഥാനത്തില് നമ്മൾ പേഷ്യൻസിനെ ട്രാൻസ്ഫർ ചെയ്യാം. പക്ഷെ ഇത് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ, ഇത് നമ്മൾ തീരുമാനം എടുക്കണമെങ്കിൽ ഇത് ആരുടെ കൺസൾട്ടന്റാ? സീനിയർ കൺസൾട്ടന്റ് ലെവൽ ഡോക്ടർ. നമ്മളുടെ ഡോക്ടർ പേഷ്യന്റിനെ ഏത് ഡോക്ടറാണോ പരിശോധിക്കണേ അവരുടെ സീനിയർ കൺസൾട്ടന്റ് വേണം. അവരും കൂടി തീരുമാനിക്കണം. ബൈ വേ ഡിസ്കഷൻ വിത്ത് ദ പേഷ്യൻസ് റിലേറ്റീവ്സ് അബൌട്ട് ദ, ഈ നമ്മൾ പേഷ്യൻസിനെ കൊണ്ടുപോവുകയാണ്. അപ്പൊ പേഷ്യൻസിനോട് ഈ റിസ്കിന്റെ കാര്യവും ബെനിഫിറ്റ്സിന്റെ കാര്യമൊക്കെ പേഷ്യൻസിനോട് ആരാ സംസാരിക്കുക? സീനിയർ കൺസൾട്ടന്റ് ആയ ഡോക്ടറാണ് സംസാരിക്കുക. നമ്മളിപ്പോ ഹോസ്പിറ്റലിലെ നഴ്സാണെന്ന് വിചാരിക്കുക. നമ്മൾ നഴ്സാണ്, പേഷ്യൻസ് ഭയങ്കര ക്രിട്ടിക്കൽ സ്റ്റേജിൽ, ഭയങ്കര സീരിയസ് ആയ പേഷ്യന്റ്. നമ്മൾ ആ പേഷ്യൻസിന്റെ ബൈസ്റ്റാൻഡോട് ചെന്ന് പറയുകയാണ്, നിങ്ങൾ ഈ ഹോസ്പിറ്റലിൽ കിടക്കണ്ട, നിങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ പറ്റില്ല, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ പേഷ്യന്റിനെ വേറെ നല്ലൊരു ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയെന്ന് നമ്മൾക്ക് പറയാം. നമ്മുടെ ഒരു നഴ്സാണെന്ന് വിചാരിക്കുക. നമ്മൾ പേഷ്യന്റിനോട് പറഞ്ഞാൽ അവരെടുക്കോ? അവര് മൈൻഡ് ചെയ്യില്ല. കാരണം നമ്മൾ അവിടുത്തെ വെറും സ്റ്റാഫാണ്, നമുക്ക് അവിടെ ഇത് പറയാനുള്ള ഒരു റൈറ്റ്സ് ഇല്ല. പക്ഷേ സീനിയർ കൺസൾട്ടന്റ് ആയ ഒരു ഡോക്ടർ, ആ പൊസിഷനിൽ ഇരിക്കണ പേഷ്യന്റിനെ പരിശോധിച്ചുകൊണ്ടിരിക്കണ ആ ഡോക്ടർ, അവരുടെ സീനിയർ കൺസൾട്ടന്റ് ആയ ഡോക്ടർ
പേഷ്യൻസിന്റെ റിലേറ്റീവ്സിനെ വിളിച്ച് പറയാണ് അബൌട്ട് ദ ബെനിഫിറ്റ്സ് ആൻഡ് റിസ്ക്. ഇവിടുത്തെ ബെനിഫിറ്റ്സിനെ കുറിച്ചും ഇവിടെ നടക്കണ അപകടത്തെ കുറിച്ചും പറഞ്ഞാൽ പേഷ്യൻസിന്റെ റിലേറ്റീവ്സ് തീരുമാനം എടുക്കൂലേ? അവര് വേണം ഡിസ്കസ് ചെയ്യാനായിട്ട്. ഓക്കെ, അതാ രണ്ടാമത് പറയണേ. ദ ഡിസിഷൻ ടു ട്രാൻസ്ഫർ ദ പേഷ്യൻസ് ഈസ് ഡിസൈഡഡ്. നമ്മൾ തീരുമാനം എടുത്തു, പേഷ്യൻസിനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചു. പക്ഷെ എന്താര് പറഞ്ഞിട്ട്? സീനിയർ കൺസൾട്ടന്റ് പറഞ്ഞിട്ട്. സീനിയർ കൺസൾട്ടന്റ് ഏതൊരു ഡോക്ടറാണോ നമ്മളോട് പറഞ്ഞേ അവരുടെ അഭിപ്രായം അനുസരിച്ചാണ് നമ്മൾ തീരുമാനമെടുത്തത്. പേഷ്യൻസിന്റെ റിലേറ്റീവ്സിനോട് എന്തിനെ കുറിച്ച് പറഞ്ഞു? അബൌട്ട് ദ ബെനിഫിറ്റ്സ് ആൻഡ് റിസ്ക്. ഇവിടെ കിട്ടുന്ന ഈ ഹോസ്പിറ്റലിൽ നിങ്ങൾ വേറെ ഹോസ്പിറ്റലിൽ പോയാൽ ഉണ്ടാവുന്ന ബെനിഫിറ്റ്സിനെ കുറിച്ചും ഇവിടെ ഇവിടെ കിടന്നാൽ ഉണ്ടാവുന്ന റിസ്കിനെ കുറിച്ചും അവരെ പറഞ്ഞ് മനസ്സിലാക്കി, പേഷ്യൻസിന്റെ റിലേറ്റീവ്സിനെ പറഞ്ഞു മനസ്സിലാക്കി പേഷ്യൻസിനെ നമ്മൾ അങ്ങനെ കൊണ്ടുപോകും. ഓക്കെ ഓക്കെ അല്ലേ? രണ്ടാമത്തെ പോയിന്റ് ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് മൂന്നാമത്തെ പോയിന്റ് എന്താ? മൂന്നാമത്തെ പോയിന്റ്, written and informed consent of the patient's relatives along with the reason to transfer is compulsory before the transfer. എന്താ പറഞ്ഞേ? നമ്മൾ ഇങ്ങനെ ഡോക്ടർ സമ്മതിച്ചു, കൺസൾട്ടന്റ് ഡോക്ടർ പറഞ്ഞു, നമ്മൾ പേഷ്യൻസിന്റെ റിലേറ്റീവ്സും ഡോക്ടറുമായിട്ട് സംസാരിച്ചു, നമ്മൾ തീരുമാനമെടുത്തു. ആ തീരുമാനമെടുത്തത് വെറുതെ വാക്കാ പറഞ്ഞാൽ മതിയാ? അല്ല, written. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അത് രേഖാമൂലം ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പ് രോഗിയുടെ റിലേറ്റീവ്സ് രേഖാമൂലം ഇൻഫോം ചെയ്ത എന്ത് വേണം? ഒരു കൺസെന്റ് വേണം. അത് കമ്പൽസറി ആണ്. ട്രാൻസ്ഫർ ചെയ്യണതിന് മുമ്പ് എന്ത് വേണം? അവര് രേഖാമൂലം റിട്ടേൺ ആയിട്ട് ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു, ഇന്ന കാരണം കൊണ്ട് ഇവിടെ കിടന്നാൽ ഇത്രയും പിന്നെ അപകടം ഉണ്ടാകും, ഇവിടെ ഇത്രയും രൂപ വരും, അതില് അങ്ങനെയൊക്കെ പറഞ്ഞ കൺസെന്റ്, അങ്ങനെല്ലാം പറഞ്ഞ കൺസെന്റ് എഴുതി ഒപ്പിടിച്ച് അത് ഹോസ്പിറ്റലിൽ ഏൽപ്പിച്ചിട്ട് വേണം. അപ്പൊ ട്രാൻസ്ഫർ ചെയ്യും. മൂന്നാമത് എന്താ പറഞ്ഞേ? ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പ് രോഗിയുടെ റിലേറ്റീവ്സിന്റെ എന്ത് വേണം? റിട്ടേൺ ഇൻഫർമേഷൻ. അവര് റിട്ടേൺ ഡോക്യുമെന്റ്, കൺസെന്റ്, അവർ ഇൻഫോം ചെയ്ത കൺസെന്റ് നമ്മൾ കൈമാറണം. അത് നിർബന്ധമാണ്, കമ്പൽസറി ആണ്. അപ്പൊ ഇതിലൊരു ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പ് കമ്പൽസറി ആയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന്? പേഷ്യൻസിന്റെ റിലേറ്റീവ്സ് ആ പേഷ്യൻസിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പ് കമ്പൽസറി ആയിട്ട് എന്ത് ചെയ്യണം? റിട്ടേൺ ആൻഡ് ഇൻഫോംഡ് കൺസെന്റ്. അവര് രേഖാമൂലം എഴുതി ഒരു സമ്മതപത്രം തയ്യാറാക്കണം. എന്നാൽ മാത്രമേ പേഷ്യൻസിനെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ, ഇവിടെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഓക്കെ, നമ്മൾ ഈ പഠിക്കുന്നത് മുഴുവനും സാധാരണ പേഷ്യൻസിന്റെ കാര്യമല്ല. ഓർക്കാം, ക്രിട്ടിക്കൽ അവസ്ഥയിൽ കിടക്കുന്ന പേഷ്യന്റാ. സാധാരണ പേഷ്യന്റിന്റെ പ്രൊസീജിയർ ഒക്കെ നമ്മൾ പഠിച്ചു. ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് അതേ ഹോസ്പിറ്റലിലോട്ട് വേറൊരു ഡിപ്പാർട്ട്മെന്റിലോട്ട് ചെയ്യുന്നത് പഠിച്ചു. നമ്മൾ വേറൊരു ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുന്ന കാര്യങ്ങൾ പഠിച്ചു. ഇവിടെ പറയുന്നത് എമർജൻസി പേഷ്യൻസിന്റെ കാര്യമാണ്. ഭയങ്കര അത്യാവശ്യ നിലയിൽ കിടക്കുന്ന എമർജൻസി പേഷ്യൻസ് അവരെങ്ങനെയായിരിക്കും? ആ പേഷ്യൻസ് കുറച്ച് കോമയില്, കുറച്ച് അങ്ങനെ കുറച്ച് കോൺഷ്യസ് ആയിരിക്കും, പക്ഷെ പകുതി അൺകോൺഷ്യസ് ആയിരിക്കും. അങ്ങനെയുള്ള പേഷ്യൻസ് ആണ്. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ആരാ? പേഷ്യൻസിന്റെ റിലേറ്റീവ്സ്. അപ്പൊ റിലേറ്റീവ്സ് ആയിട്ടാണ് നമ്മൾ ഡോക്ടർ കൂടിക്കാഴ്ച ചെയ്യണതും ഡോക്ടർ സമ്മതിക്കുന്നതും ഈ കൺസെന്റ് എഴുതി ഒപ്പിടുന്നതും റിലേറ്റീവ്സ് ആണ്. ഓക്കെ, ഇനി നാലാമത്തെ പോയിന്റ് എന്താ? നാലാമത് പറഞ്ഞേക്കണേ, a direct communication between the shifting and receiving facility should be by sharing complete information on the patient's clinical condition, treatment being given, reason for transfer, method of transfer and timeline of transfer in a written document. എന്താ പറഞ്ഞേ? നമ്മള് പേഷ്യൻസിനെ കൊണ്ടുപോകാൻ തീരുമാനിച്ചു, വേറെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. അപ്പൊ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ, നമ്മൾ പേഷ്യൻസിനെ നേരിട്ട് അവരോട് സംസാരിച്ചു, കാര്യങ്ങളെല്ലാം പറഞ്ഞു, എന്നിട്ട് കൊണ്ടുപോകാൻ പോവുകയാണ്. പക്ഷെ നമ്മൾ കൊണ്ടുപോകുമ്പോ റിസീവിംഗ് ഫെസിലിറ്റി, ഏത് ഹോസ്പിറ്റലിലോട്ടാണോ പേഷ്യന്റിനെ റിസീവ് ചെയ്യണത് ആ ഹോസ്പിറ്റലിൽ നമ്മൾ എന്ത് ചെയ്യണം? ഷുഡ് ബി ഷെയറിംഗ് കംപ്ലീറ്റ് ഇൻഫർമേഷൻ. നമ്മൾ റിസീവ് ചെയ്യണം. നമ്മൾ ഇത് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, പലതരത്തിലും നമ്മള്
പേഷ്യൻസിന്റെ അതേ ഹോസ്പിറ്റലിലോട്ടോ അല്ലെങ്കിൽ വേറെ ഹോസ്പിറ്റലിലോട്ടോ സാധാരണ പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞത് തന്നെയാണ് ഇവിടെ വന്നത്. ഇവിടെ വേറെ ഒന്നുമില്ല. ഒരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമ്മൾക്കറിയാം അവരെല്ലാ സാധനങ്ങളും നമ്മൾ കൊണ്ടുപോകണമെന്ന്. അത് തന്നെ പറയണത്. നേരിട്ട് നമ്മൾ അവരോട് സംസാരിച്ചു, ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ചെയ്തു ഷിഫ്റ്റ് ചെയ്യുമ്പോൾ. പക്ഷേ റിസീവിംഗ് ഫെസിലിറ്റി ആ ഹോസ്പിറ്റലിൽ സ്വീകരിക്കുന്ന ഹോസ്പിറ്റലിൽ നമ്മൾ ഷെയർ ചെയ്യണം കംപ്ലീറ്റ് ഇൻഫർമേഷൻ. പേഷ്യൻസിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷനും ഷെയർ ചെയ്യണം. നമ്മൾ പറഞ്ഞു പേഷ്യൻസിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷൻ എന്തൊക്കെയായിരിക്കും ആ ഇൻഫർമേഷൻ? അതാ പറയണേ. പേഷ്യൻസ് ക്ലിനിക്കൽ കണ്ടീഷൻ. ഒന്നാമത്തെ എന്താ? പേഷ്യൻസിന്റെ ക്ലിനിക്കൽ കണ്ടീഷൻ. പേഷ്യൻസിന്റെ ഹോസ്പിറ്റലില് ആ ക്ലിനിക്കൽ ആരോഗ്യപരമായ കണ്ടീഷൻസ് എന്താണ്? വരുമ്പോ പേഷ്യൻസ് എങ്ങനെയായിരുന്നു? ഇപ്പൊ പേഷ്യന്റിന്റെ കണ്ടീഷൻ എന്താണ്? അത്. രണ്ടാമത് എന്താ? ട്രീറ്റ്മെന്റ് ബീയിങ് ഗിവൺ. നമ്മൾ ഇതുവരെ പേഷ്യൻസിന് എന്ത് ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്? ഇതൊക്കെ നമ്മൾ മുന്നേ പറഞ്ഞതാ. ഇതൊന്നും നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ നമ്മൾ മുന്നേ പറഞ്ഞതാണ്, നമ്മൾക്കറിയാം. അപ്പൊ എന്താ രണ്ടാമത് പറഞ്ഞത്? ട്രീറ്റ്മെന്റ് കൊടുക്കണത്. റീസൺ ഫോർ ട്രാൻസ്ഫർ. എന്തുകൊണ്ടാണ് ഈ പേഷ്യന്റിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണത്? ഇവിടെ കിടത്തിയാ പോരെ, പക്ഷെ എന്തുകൊണ്ടാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണേ? അതിന്റെ റീസൺ കറക്റ്റ് ആയിട്ട് എഴുതണം. പിന്നെന്താ പറഞ്ഞേ? മെത്തേഡ് ഓഫ് ട്രാൻസ്ഫർ. നമ്മൾ ഏത് മെത്തേഡിലാണ് ട്രാൻസ്ഫർ ചെയ്യണത്? എങ്ങനെയാണ് പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യണേ? അതിന്റെ മെത്തേഡ് എങ്ങനെയാണ്? പല രീതിയിലും ട്രാൻസ്ഫർ ചെയ്യാം പേഷ്യന്റിനെ. എങ്ങനെയാണ്? ഒന്നല്ലെങ്കിൽ പേഷ്യന്റിനെ ഡയറക്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട്, അങ്ങനെ പല രീതിയിൽ പേഷ്യൻസിനെ ട്രാൻസ്ഫർ ചെയ്യാം. പിന്നെ ടൈം ലൈൻ ഓഫ് ട്രാൻസ്ഫർ. എന്താ? പേഷ്യന്റ് ട്രാൻസ്ഫർ ആവണേന്റെ ടൈം, കറക്റ്റ് ടൈം, ഏത് ടൈമിലാണ് പേഷ്യന്റ് ഇവിടുന്ന് പോണത്, അങ്ങനത്തെ കാര്യങ്ങൾ. ഇന്ന റിട്ടേൺ ഡോക്യുമെന്റ്, ഇതെല്ലാം നമ്മൾ എഴുതി തയ്യാറാക്കിയിട്ട് വേണം പേഷ്യൻസിന്റെ കൊടുത്തുവിടാൻ. അപ്പൊ നമ്മളൊന്നുമില്ല, നമ്മൾ മെയിൻ ആയിട്ട് ഒന്നാമത് പറയണത് എമർജൻസി പേഷ്യൻസിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ മെയിൻ ആയിട്ട് എന്ത് വേണം? നമ്മൾ ഡിസിഷൻ എടുക്കണം. ട്രാൻസ്ഫർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഒന്നാമത്തെ എന്താ? ഡിസിഷൻ എടുക്കണം. എങ്ങനെയാണ് ഡിസിഷൻ എടുക്കണതിന്റെ 4 കാര്യങ്ങളാ പറഞ്ഞത്. എങ്ങനെയാണ് നമ്മൾ ഡിസിഷൻ എടുക്കണതിന്റെ 4 കാര്യങ്ങൾ. ഒന്നാമത്തത് എന്താ പറഞ്ഞേ? പേഷ്യൻസ് ആയിട്ട് നമ്മള് സംസാരിക്കാം, അവരോട് എക്സ്ട്രാ റിസ്ക്, എക്സ്ട്രാ എക്സ്പെൻസസിന്റെ കാര്യം പറയാം. രണ്ടാമത് എന്താ? പേഷ്യൻസിനെ കൊണ്ട് സംസാരിക്കുന്നത് ആരാ? സീനിയർ കൺസൾട്ടന്റ്. ആരാ? സീനിയർ കൺസൾട്ടന്റ് വേണം പേഷ്യൻസിന്റെ റിലേറ്റീവ്സിനോട് അബൌട്ട് ദ ബെനിഫിറ്റ്സ് ആൻഡ് റിസ്ക് അതിനെ കുറിച്ച് പറയാൻ. മൂന്നാമത് എന്താ? പേഷ്യൻസ് സമ്മതിച്ചു, പോകാൻ പറഞ്ഞു, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവരെ കയ്യിൽ നിന്ന് എഴുതി ഒപ്പിട്ട് ഒരു കൺസെന്റ് മേടിക്കാം പേഷ്യൻസിന്റെ റിലേറ്റീവ്സിന്റെ കയ്യിൽ നിന്ന്. അതുമായി കമ്പൽസറി ആണ്. നാലാമത്തെ പോയിന്റ് എന്താ? നമ്മൾ പേഷ്യൻസിനെ ഡയറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്തു. റിസീവിംഗ് ഫെസിലിറ്റി വേറെ ഹോസ്പിറ്റലിൽ റിസീവ് ചെയ്യണതിന് മുമ്പ് പേഷ്യൻസിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് കാര്യങ്ങള് എന്തായിരിക്കണം? റിട്ടൺ ഡോക്യുമെന്റ് ആക്കി കറക്റ്റ് ചെയ്യണം. അതിലെന്തൊക്കെ പെടുന്നുണ്ട്? പേഷ്യൻസ് ക്ലിനിക്കൽ കണ്ടീഷൻ, ട്രീറ്റ്മെന്റ്, റീസൺസ് ടു ട്രാൻസ്ഫർ, മെത്തേഡ് ഓഫ് ട്രാൻസ്ഫർ, ടൈം ലൈൻ. ഇത്രയും കാര്യങ്ങൾ നോക്കിയാൽ പേഷ്യൻസിനെ നമുക്ക് എമർജൻസി പേഷ്യൻസിനെ എന്ത് ചെയ്യാം? ട്രാൻസ്ഫർ ചെയ്യാം. ഓക്കെയാണോ? ഈ 4 പോയിന്റ് ഓക്കെയാണോ? ഓക്കെ. അപ്പൊ ഒന്ന് എല്ലാവരും ഒരു മിനിറ്റ് തരാം. എല്ലാവരും ഒന്ന് വായിച്ചു നോക്കിയേ, ചുമ്മാ ഒന്ന് വായിച്ചു നോക്കിയേ, 1 മിനിറ്റ്. ഓക്കെ, നെക്സ്റ്റ് എടുക്കട്ടെ. ഓക്കെ, അടുത്തത് ബി. നമ്മൾ എ ആണ് പറഞ്ഞത്, ഡിസിഷന്റെ കാര്യം പറഞ്ഞത് ഏതാ? എ. ഇനി ബി. എയില് ഡിസിഷൻ ആണ്, അത് ഓർക്ക. എ കാര്യത്തിൽ പറഞ്ഞത് ഡിസിഷൻ, അത് 4 എണ്ണം. ഇനി ബി പറയാൻ പോകും. ബി എന്താ നോക്കാം. പ്രീ ട്രാൻസ്ഫർ സ്റ്റെബിലൈസേഷൻ ആൻഡ് പ്രിപ്പറേഷൻ.
ഇപ്പൊ ഞാൻ ഇതില് ക്വസ്റ്റ്യൻസ് പറഞ്ഞില്ലല്ലോ, ഇതിലേതായിരിക്കും ക്വസ്റ്റ്യൻസ്? നമ്മൾ ഇതില് വലറബിലിറ്റി ഓഫ് എക്സ്പ്ലോഷർ അണ്ടർലൈൻ ചെയ്യാം, എക്സ്ട്രാ റിസ്ക് ആൻഡ് എക്സ്ട്രാ എക്സ്പെൻസസ് അണ്ടർലൈൻ ചെയ്യാം. പിന്നെ നമ്മൾ ഇത് തീരുമാനിക്കുന്നത്, ഡിസൈഡ് ചെയ്യണത് ആരാ, അത് അണ്ടർലൈൻ ചെയ്യാം. ദ ഡിസിഷൻ ടു ട്രാൻസ്ഫർ പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്താൽ അതിന്റെ ഡിസിഷൻ എടുക്കുന്നത് എങ്ങനെയാ ഡിസൈഡ് ചെയ്യണേ? സീനിയർ കൺസൾട്ടന്റ് അണ്ടർലൈൻ ചെയ്യാം, സീനിയർ കൺസൾട്ടന്റ് ലെവൽ ഡോക്ടർ അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, പിന്നെ നമ്മൾ ഇതിന്റെ അതിലൊന്നുമില്ല, രണ്ടാമത്തെ ലൈനിൽ കൺസൾട്ടേഷൻസ് ട്രാൻസ്ഫർ കമ്പൽസറി. ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ കമ്പൽസറി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? റിട്ടൺ ആൻഡ് ഇൻഫോംഡ് കൺസെന്റ് അണ്ടർലൈൻ ചെയ്യാം. കമ്പൽസറി എന്താ വേണം, എന്താ കമ്പൽസറി ചെയ്യേണ്ടത്, എന്താണ് നമ്മൾ നിർബന്ധമായിട്ട് ചെയ്യേണ്ടത്? റിട്ടൺ എഴുതണം, ഇൻഫോംഡ് കൺസെന്റ് പേഷ്യൻസിന്റെ റിലേറ്റീവ്സിന്റെ അത് എഴുതണം. പിന്നെന്താ പറഞ്ഞേ, നമ്മൾ റിസീവ് ഫെസിലിറ്റിയില് റീസൺ ഫോർ ട്രാൻസ്ഫർ, മെത്തേഡ്, അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ റിട്ടൺ ഡോക്യുമെന്റ്. ബിറ്റ്വീൻ ഷിഫ്റ്റിംഗ് റിസീവിംഗ് ഫെസിലിറ്റീസിന് എന്തൊക്കെ ചെയ്യണം? നമ്മുടെ പേഷ്യന്റിനെ അവര് റിസീവ് ചെയ്യാണ്, സ്വീകരിക്കുകയാണ്. അപ്പൊ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ കംപ്ലീറ്റ് കൊണ്ടുപോകണം? ക്ലിനിക്കൽ കണ്ടീഷൻ, ട്രീറ്റ്മെന്റ് ഗിവൺ, റീസൺസ്, മെത്തേഡ് ട്രാൻസ്ഫർ, ടൈം ലൈന്, അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ. ഓക്കെ, അത്രയും കാര്യങ്ങളുള്ളൂ അതിൽ പഠിക്കാനായിട്ട്. ഇനി ബി നമുക്ക് നോക്കാം. പ്രീ ട്രാൻസ്ഫർ സ്റ്റെബിലൈസേഷൻ ആൻഡ് പ്രിപ്പറേഷൻ എന്താ നോക്കാം. A proper and clear preparation and equilibrium of the patient should be done prior to transfer to prevent any hostile events or deterioration worsening of the patient's clinic condition. The patient should be properly revived and balanced to the maximum extent possible without wasting undue time. In the course of the preparation, patients A, B, and C. A, B, C, and D, that is airway, breathing, circulation, and disability, should be examined and any connected problems should be rectified. In this context, the use of pre-transfer checklist helpful. Okay, എന്താ പറഞ്ഞേക്കണേ? ഒന്നുമില്ല, നമ്മൾ പേഷ്യൻസിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന കാര്യം പറഞ്ഞു. 4 കാര്യങ്ങൾ തീരുമാനിച്ചു, നമ്മൾ പേഷ്യൻസിനോട് സംസാരിച്ചു, ട്രാൻസ്ഫർ ചെയ്യണം. ഇനി എന്താ? പ്രീ ട്രാൻസ്ഫർ സ്റ്റെബിലൈസേഷൻ ആൻഡ് പ്രിപ്പറേഷൻ. നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പ് എന്തെല്ലാം കാര്യങ്ങൾ തയ്യാറെടുക്കണം, പ്രിപ്പറേഷൻ ചെയ്യണം. നമ്മൾ സ്ഥിരതയോടുകൂടി, നല്ലൊരു ഉറപ്പോടുകൂടി, നല്ല ഒരു ഇതോടുകൂടി നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ തയ്യാറായി എടുക്കണം. എ പ്രോപ്പർ ആൻഡ് ക്ലിയർ പ്രിപ്പറേഷൻ, ഇക്വിലിബ്രിയം ഓഫ് ദ പേഷ്യന്റ് ഷുഡ് ബി ഡൺ. എന്താ? നമ്മളൊരു പേഷ്യൻസിനെ ട്രാൻസ്ഫർ ചെയ്യാൻ തീരുമാനിച്ചു. ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പ് ആ പേഷ്യന്റിനെ നമ്മൾ ക്ലിയർ ആയിട്ട് കറക്റ്റ് ആയിട്ട് പ്രിപ്പറേഷൻ ചെയ്യണം. ആൻഡ് ഇക്വിലിബ്രിയം എന്താ? തുല്യമായി ബാലൻസ് ആയിട്ട് ഒരു സമനില പോലെ ഓഫ് ദ പേഷ്യന്റ് ഷുഡ് ബി ഡൺ പ്രിയർ ടു ട്രാൻസ്ഫറിന് മുമ്പ്. എന്താ? ട്രാൻസ്ഫറിന് മുമ്പ് പ്രിവെന്റ് എനി ഹസ്റ്റൈൽ ഡെറ്ററേഷൻ വേഴ്സണിംഗ് ഓഫ് ദ പേഷ്യന്റ്സ് ക്ലിനിക് കണ്ടീഷൻ. ഒരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പ് ആ പേഷ്യന്റിനെ ശരിയായിട്ട് നമ്മൾ ക്ലിയർ ആയിട്ട് തയ്യാറെടുപ്പും വേണം. പിന്നെ എങ്ങനെ? ആ പേഷ്യൻസിന്റെ സ്ഥിരത, വീക്ക്നെസ്. ചിലപ്പോ പേഷ്യന്റ് എങ്ങനെയായിരിക്കും? നമ്മൾ പറഞ്ഞു ക്രിട്ടിക്കൽ പേഷ്യന്റ് ആണ്. അപ്പൊ പേഷ്യന്റ് നല്ല കറക്റ്റ് കൺകോൺഷ്യസ് ഒന്നും ആയിരിക്കില്ല, ഒരുപാട് ഫിസിക്കൽ ബുദ്ധിമുട്ടുണ്ടാവും, ബോഡി, അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ഉള്ള പേഷ്യൻസ് ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ക്ലിനിക്കൽ അവസ്ഥ ഉള്ള പേഷ്യൻസിനെ നമ്മൾ എന്ത് വേണം? ട്രാൻസ്ഫർ ചെയ്യാൻ. അത് നോക്കി മനസ്സിലാക്കി നമ്മൾ ആ പേഷ്യൻസിനെ കറക്റ്റ് ആയിട്ട് അതിന്റെ ക്ലിനിക്കൽ അവസ്ഥ, ഹെൽത്തി കണ്ടീഷൻ, പേഷ്യൻസിന്റെ ഹെൽത്തി കണ്ടീഷൻസ് ഒക്കെ കറക്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണം പേഷ്യൻസിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാൻ. നമ്മൾ അനാവശ്യമായിട്ട് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ the patient should be properly revived, balanced to the maximum extent possible without wasting any time. എന്ന് വെച്ചാൽ എന്താ? നമ്മൾ പേഷ്യൻസിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോ ആ പേഷ്യൻസിന് നമ്മൾ പതുക്കെ, എമർജൻസി ആയ പേഷ്യൻസ് ആണെങ്കിൽ നമ്മൾ കറക്റ്റ് ഒരു ടൈം പോലും, 1 മിനിറ്റ് 1 സെക്കൻഡ് പോലും നമ്മൾ പാഴാക്കരുത്. വെറുതെ ആവശ്യമില്ലാണ്ട് പേഷ്യന്റിനെ കൊണ്ടുവന്ന് ട്രാൻസ്ഫർ ചെയ്യാൻ പറഞ്ഞ് 1 അരമണിക്കൂർ, 1 മണിക്കൂർ, 2 മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യിപ്പിക്കരുത്. നമ്മൾ പെട്ടെന്ന് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അത് പെട്ടെന്ന് എല്ലാ കാര്യവും പെട്ടെന്ന് ചെയ്ത് പ്രൊസീജിയർ ഒക്കെ തീർക്കാം. പെട്ടെന്ന് പേഷ്യൻസിനെ ടൈം ഒരിക്കലും വേസ്റ്റ് ചെയ്യരുത്. അൺഡ്യൂ ടൈം, വിത്തൗട്ട് വേസ്റ്റിംഗ് അൺഡ്യൂ ടൈം നമ്മൾ പേഷ്യൻസിനെ അനാവശ്യമായിട്ട് ടൈം പാഴാക്കാതെ പേഷ്യൻസിനെ ശരിയായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കറക്റ്റ് ആയിട്ട് പേഷ്യൻസിനെ നമ്മൾ പറഞ്ഞു വിടണം വേറെ ഹോസ്പിറ്റലിലോട്ട്. അങ്ങനെ നമ്മൾ പേഷ്യൻസിനെ പരമാവധി ശരിയാക്കി നമ്മൾ റെഡിയാക്കി കഴിഞ്ഞാൽ, റെഡി ആവുമ്പോൾ രോഗിയുടെ കാര്യങ്ങൾ നമ്മൾ കറക്റ്റ് 4 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പേഷ്യൻസിനെ നമ്മൾ റെഡിയാക്കി
പോകാനുള്ള കാര്യങ്ങൾ പെട്ടെന്ന് നമ്മളെ ടൈം ഒന്നും കളയാനില്ല നമുക്ക്. കാരണം പേഷ്യൻസിന്റെ ജീവനാണ് പ്രധാനം. ഒരു മിനിറ്റ് വേറെ ഹോസ്പിറ്റലിൽ നല്ല രീതിയിൽ പേഷ്യൻസിനെ എത്തിച്ചു കഴിഞ്ഞാൽ പേഷ്യൻസിന് അത് ഏറ്റവും ഗുണം രക്ഷപ്പെടും. അപ്പൊ നമ്മളിങ്ങനെ പേഷ്യൻസിനെ റെഡിയാക്കി നിൽക്കുമ്പോ പേഷ്യൻസിന്റെ 4 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. എമർജൻസി പേഷ്യൻസിന്റെ 4 പ്രധാനപ്പെട്ട കാര്യം അന്വേഷിക്കണം. ABCD. ഹസ്റ്റൈൽ ഇവന്റ്സ് മീൻസ് എന്ന് വെച്ചാൽ എന്താ? തിടുക്കം, ധൃതി കൂട്ടരുത്. നമ്മൾ എന്തെങ്കിലും പേഷ്യൻസിനെ ഹസ്റ്റൈൽ എന്ന് വെച്ചാൽ എന്താ? തിടുക്കം, ധൃതിയില്ല, ധൃതി. ഇപ്പൊ എന്തെങ്കിലും നമ്മൾ ആ പേഷ്യൻസിനെ കൊണ്ടുപോകാൻ നമ്മൾ പെട്ടെന്ന് തിടുക്കത്തില് കൊണ്ടുപോകാൻ പെട്ടെന്നായിരിക്കണം, തിടുക്കത്തില്. അതാ പറഞ്ഞ ഇനി ഹസ്റ്റൈൽ ഇവന്റ്സ് സിറ്റുവേഷൻ വേഴ്സണിംഗ് ഓഫ് ദ പേഷ്യന്റ് ക്ലിനിക്കൽ കണ്ടീഷൻ. പേഷ്യൻസിന്റെ കണ്ടീഷൻ എങ്ങനെ ഇരിക്കണേ? ഭയങ്കര മോശമാണ്. ആ പേഷ്യൻസിന്റെ കണ്ടീഷന് ഭയങ്കര മോശം. അപ്പൊ അതേ അവസ്ഥയിൽ തന്നെ പേഷ്യൻസിന്റെ ഒന്നും കൂടി വഷളാവാൻ നമ്മൾ നിർത്തരുത്. തിരക്ക് പിടിച്ച് പെട്ടെന്ന് ധൃതിയില്. ഓക്കെ, അപ്പൊ നമ്മൾ പേഷ്യൻസിനെ കൊണ്ടു നോക്കുമ്പോ 4 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. എമർജൻസി പേഷ്യൻസ് ആണെങ്കിൽ എന്ത് കാര്യോ? 4 കാര്യങ്ങൾ. ABCD. എ എന്ന് പറയുന്നത് എയർവേ. എയർവേ എന്താ? ശ്വസനനാളം. അത് നമ്മൾ ശ്രദ്ധിക്കണം, ശ്വസനനാളം ശ്രദ്ധിക്കണം. ബി എന്താ? ബ്രീത്തിങ്, ശ്വസനം ശ്രദ്ധിക്കണം. നമ്മൾ ഇത് വാച്ച് ചെയ്തുകൊണ്ടേയിരിക്കണം. പേഷ്യൻസ് എമർജൻസി പേഷ്യൻസ് അല്ലേ, നമ്മൾ കണ്ടിട്ടുണ്ടാവും. എമർജൻസി പേഷ്യന്റ് ട്യൂബിൽ മായക്കൂടിയൊക്കെ ട്യൂബ് ഇട്ടിട്ടുണ്ടാവും. അപ്പൊ ഈ പേഷ്യൻസിന് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്താ? മോണിറ്റർ ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും. പേഷ്യൻസിന്റെ അടുത്ത് മോണിറ്റർ ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് പേഷ്യൻസിന് എന്ത് പോണ്ടാവും? ബ്രീത്ത്, TPR ചാർട്ട് പോലെ കറക്റ്റ്. നമ്മൾ TPR ചാർട്ട് രേഖപ്പെടുത്തുന്നത് പോലെ മോണിറ്ററിൽ കറക്റ്റ് ആയിട്ട് ടെമ്പറേച്ചർ, പൾസ്, റെസ്പിറേഷൻ, അങ്ങനെ ശ്വസനവും ബ്രീത്തിങ് ഒക്കെ ആയിട്ട് കറക്റ്റ് അളവ് പോണ്ടാവും. അതൊക്കെ നമ്മള് മോണിറ്ററിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പൊ എമർജൻസി പേഷ്യൻസിനാണ്. അപ്പൊ A എന്ന് പറഞ്ഞത് എന്തെന്നാ? എയർവേ, ശ്വസനനാളം. ബി എന്ന് പറയുന്നത് ബ്രീത്തിങ്, ശ്വാസം. സി എന്താ? സി ആണ് സർക്കുലേഷൻ. സി എന്താ? സർക്കുലേഷൻ. എന്താ? രക്തചംക്രമണം, നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ. ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് പോണം, പാസ് ചെയ്യണം. അതാണ് സി, സർക്കുലേഷൻ. അടുത്തത് ഡി എന്താ? ഡിസബിലിറ്റി. ഡിസബിലിറ്റി എന്താ? വൈകല്യം. ചില പേഷ്യൻസ് എങ്ങനെയായിരിക്കും? എന്തെങ്കിലും ഡിസബിലിറ്റീസ് ഉള്ള പേഷ്യൻസ് ആയിരിക്കും, വൈകല്യമുള്ള പേഷ്യൻസ് ആയിരിക്കും. അങ്ങനെയുള്ള പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ പ്രീ ട്രാൻസ്ഫർ സ്റ്റെബിലൈസേഷൻ, മെൻ പ്രിപ്പറേഷൻ, അതിനൊക്കെ തയ്യാറെടുക്കുമ്പോൾ നമ്മൾ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, അതാ പറഞ്ഞേക്കണം. ഒന്ന് തുടങ്ങി പറയാ. പ്രീ ട്രാൻസ്ഫർ സ്റ്റെബിലൈസേഷൻ ആൻഡ് പ്രിപ്പറേഷൻ. പിന്നെ ലാസ്റ്റ് പോയിന്റ് എന്താ? എനി കണക്റ്റഡ് പ്രോബ്ലംസ് ആൻഡ് ഷുഡ് ബി റെക്ടിഫൈഡ്. ഇൻ ദിസ് കണ്ടക്സ്റ്റ് ദ യൂസ് ഓഫ് പ്രീ ട്രാൻസ്ഫർ ചെക്ക് ലിസ്റ്റ്. എന്താ പറഞ്ഞാൽ നമ്മൾ പേഷ്യൻസിന് ഇങ്ങനെ 4 കാര്യങ്ങളൊക്കെ നോക്കി, അവരെ പരിശോധിച്ചു, പ്രിപ്പയർ ചെയ്തു, അവരെ നമ്മൾ നോക്കി. പിന്നെ കൂടാതെ അവരെ കണക്ട് ചെയ്ത എന്തെങ്കിലും എന്താ എക്സാമിന്റെ ഇനി കണക്റ്റഡ് എന്തെങ്കിലും കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ പ്രോബ്ലംസ്, എന്തെങ്കിലും പ്രശ്നങ്ങൾ, രോഗശമനം, ഡയഗ്നോസിസ്, പ്രോബ്ലംസ് എന്തെങ്കിലും അത് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കണം. അതിന്റെ പ്രോബ്ലംസ് നമ്മൾ എന്ത് ചെയ്യണം? പ്രോബ്ലം ഷുഡ് ബി റെക്ടിഫൈഡ്. അത് നമ്മൾ പരിഹരിക്കണം. പ്രോബ്ലംസ് എന്ത് ചെയ്യണം? എന്തെങ്കിലും കണക്ട് ചെയ്തു, അതിനെന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ പരിഹരിച്ചിട്ട് വേണം. റെക്ടിഫൈഡ് എന്താ? പരിഹരിക്കുക. പിന്നെന്താ? ഇൻ ദിസ് കണ്ടക്സ്റ്റ് ദ യൂസ് ഓഫ് പ്രീ ട്രാൻസ്ഫർ ചെക്ക് ലിസ്റ്റ് ഹെൽപ്ഫുൾ. ഈ പ്രീ ട്രാൻസ്ഫർ ചെക്ക് ലിസ്റ്റിന്റെ ഉപയോഗം നമ്മൾ ആ സമയത്ത് ട്രാൻസ്ഫർ ചെയ്യാണ് പേഷ്യന്റിനെ. അപ്പൊ ആ സമയത്ത് എന്താ ഉപയോഗിക്കണം? പ്രീ ട്രാൻസ്ഫർ ചെക്ക് ലിസ്റ്റ് ഹെൽപ്ഫുൾ ആവും. നമ്മൾ കറക്റ്റ് എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം പേഷ്യൻസിനെ നമ്മൾ, അത് അവർക്ക് പിന്നീട്, നമുക്കായാലും അവർക്കായാലും പിന്നീട് അതൊരു സഹായമായിരിക്കും. ഓക്കെ, അപ്പൊ ഒന്നുകൂടി പറയാം. ട്രാൻസ്ഫർ ചെയ്യുന്ന പേഷ്യൻസിന്, എമർജൻസി ആയ ഒരു പേഷ്യൻസിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോ നമ്മുടെ പ്രോപ്പർ ക്ലിയർ പ്രിപ്പറേഷൻ, എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് നമ്മൾ തയ്യാറെടുക്കണം. പിന്നെ ആ പേഷ്യൻസിന്റെ ആയിട്ട് എന്താ? ഇക്വിലിബ്രിയം ഓഫ് ദ പേഷ്യന്റ് ഷുഡ് ബി ഡൺ പ്രിയർ ട്രാൻസ്ഫർ. എന്ന് വെച്ചാല് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പ്, ഒരു പേഷ്യൻസിന് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പ് പേഷ്യൻസിന്റെ ശരിയായിട്ട് ക്ലിയർ ആയിട്ട് തയ്യാറെടുപ്പ് കൊടുക്കണം. നമ്മൾ ആ പേഷ്യൻസിന്റെ സ്ഥിരത, ക്ലിനിക്കൽ ആരോഗ്യാവസ്ഥ, അതൊക്കെ നമ്മൾ നോക്കണം. ആ അവസ്ഥ വഷളാക്കാതെ വേണം. ഏത് കണ്ടീഷനിലാണോ പേഷ്യന്റ് ഇരിക്കണേ അതേ കണ്ടീഷനിൽ, ആ കണ്ടീഷൻ കൂടാൻ പാടില്ല. നമ്മൾ പുതിയ ഹോസ്പിറ്റലിലേക്ക് പോണ വരെ പേഷ്യൻസിന് ഒന്നും സംഭവിക്കാതെ അതേ കണ്ടീഷനിൽ നമ്മൾ നിലനിർത്താൻ നോക്കണം. അതിന് നമ്മൾ 4 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എയർവേ കാര്യങ്ങൾ,
എയർവേ മൂക്കിക്കൂടി ട്യൂബ് വായക്കൂടി ട്യൂബ് ഇടും. അപ്പൊ അതിന്റെ എയർവേ വഴി പോകും. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. എയർവേയില് അവര് എന്തെങ്കിലും ക്ലോട്ട് ബ്ലോക്ക് എന്തെങ്കിലും വന്നാൽ പിന്നെ പേഷ്യൻസ് ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ അത് ശ്രദ്ധിക്കണം. ബ്രീത്തിങ്, നമ്മൾ അവരെ ശ്വസനം ഇടക്കിടക്ക് ബ്രീത്തിങ് നോക്കാം. പിന്നെന്താ, കറക്റ്റ് സമയത്ത് രക്തസംക്രമണം നടക്കുന്നുണ്ടോ, ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നുണ്ടോ എന്ന് നോക്കാം. അതാണ് സർക്കുലേഷൻ. പിന്നെ ഡിസബിലിറ്റി, അവർക്ക് എന്തെങ്കിലും വൈകല്യങ്ങളുണ്ടോ ഹാൻഡികാപ്പ് ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കി. മനസ്സിലാവണില്ലേ? സ്പീഡ് കൂടുന്നുണ്ടാ? ഇല്ല. ഇതില് ഞാൻ ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻസ് പറയാം. സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ പറയാം. സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ നമ്മള് അരമണിക്കൂർ കഴിഞ്ഞു. നമ്മുടെ ആദ്യം ഒരു 2 ചെറിയ പോയിന്റ്സ് തീർന്നിട്ടുള്ളൂ. നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റണുണ്ടോ? നമ്മൾ എടുക്കണത് ക്ലാസ്സിൽ എടുത്ത് തന്നെ മോക്ക് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റണ്ട? ഓക്കെ, എല്ലാവർക്കും പറ്റണില്ലേ? ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ മോക്ക് ടെസ്റ്റ്? അവര് മോക്ക് ടെസ്റ്റ് ഇടുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് അങ്ങനെ കിട്ടാത്തതാ? നമ്മൾ പഠിക്കാത്തതൊന്നും ഇടുന്നില്ലല്ലോ, ഒക്കെ നമ്മൾ പഠിച്ചതല്ലേ വന്നത് അല്ലേ? നമ്മൾ കുറച്ച് ടോപ്പിക്ക് കൊടുത്താൽ അവർ 5 ക്വസ്റ്റ്യൻസ് ആയിട്ടുള്ളൂ. നമ്മൾ കുറച്ച് ടോപ്പിക്ക് കൊടുത്താൽ അവർ ആ കുറച്ച് ടോപ്പിക്കിന് എങ്ങനെയെങ്കിലും പിച്ച് മാന്തി 5 എണ്ണം ഉണ്ടാവും. കുറെ കൊടുത്താൽ ആ കുറെ എണ്ണത്തിൽ നിന്ന് ഒരു 5 എണ്ണം ഉണ്ടാവും. അതാണ് അവരുടെ ഇത്. അപ്പൊ നമ്മളെ ഒരു ലൈനാണ് നമ്മൾ പഠിപ്പിച്ചെങ്കിൽ ആ ലൈൻ കൊടുത്താലും അവർ ആ ലൈനിന് എങ്ങനെയെങ്കിലും ഒരു 5 എണ്ണം ഉണ്ടാവും. ഓക്കെ, അതാണ്. ഇത് നമ്മള് പ്രീ ട്രാൻസ്ഫർ സ്റ്റെബിലൈസേഷൻ ആൻഡ് പ്രിപ്പറേഷൻ നോക്കാം. അതിലിപ്പോ ക്വസ്റ്റ്യൻ വരാനായിട്ട് നമ്മൾ പഠിച്ചതിൽ ഇപ്പൊ ക്വസ്റ്റ്യൻ വരാനായിട്ട് ഏതാ ഉണ്ടാവുക? എങ്ങനെ വരും? ABCD ചോദിക്കും നമ്മളോട്. അതെങ്ങനെ? നമ്മുടെ കോഴ്സ് ഓഫ് പ്രിപ്പറേഷൻ, നമ്മുടെ പേഷ്യൻസിനെ ഏത് ഓർഡറിലാണ് പ്രിപ്പറേഷൻ ചെയ്യണേ? പേഷ്യൻസിനെ നമ്മള് ഒരു പേഷ്യൻസിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആ പേഷ്യൻസിനെ നമ്മൾ ഏത് ഓർഡറിലാണ് പ്രിപ്പറേഷൻ ചെയ്യുക? അത് ചോദിക്കും. അത് ABCD എന്ന് പറഞ്ഞാൽ പോരാ, എയർവേ, ബ്രീത്തിങ്, സർക്കുലേഷൻ ആൻഡ് ഡിസബിലിറ്റി എന്ന് പറയണം. ചിലപ്പോ ഡിസബിലിറ്റീസ് തന്നിട്ട് ചോദിക്കും നമ്മൾ, അങ്ങനെ ചോദിക്കില്ലേ? അപ്പൊ ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓർഡർ ചോദിക്കും നമ്മള്. ഏതെങ്കിലും ഒരു പാരാഗ്രാഫിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻസ് ആയാലും 2 ക്വസ്റ്റ്യൻസ് ആയാലും നമ്മൾക്ക് അറിയണം. അപ്പൊ നിങ്ങൾക്കറിയാലോ ഏത് ഓർഡറിലാണെന്ന്. അത് പഠിച്ചാൽ മതി. ABCD എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയാണ്. ഒരു ഓർഡറിൽ ഫസ്റ്റ് ശ്വസനനാളം, പിന്നെ നമ്മൾ അത് സെപ്പറേറ്റ് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കും എയർവേ എന്താ, ബ്രീത്തിങ് എന്താന്ന് താഴെ വരുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പൊ ഇത് മാത്രം നിങ്ങൾ ഓർത്താൽ മതി. ഇപ്പൊ ഇത് മാത്രം ഓർത്താൽ മതി. അപ്പൊ ABCD, എയർവേ, ബ്രീത്തിങ്, അത് ഓർക്കാം ഓർഡറിൽ. പിന്നെ പേഷ്യൻസ്, ക്ലിനിക്കല്, പേഷ്യൻസ് ഷുഡ് ബി പ്രോപ്പർലി റിവൈവ്ഡ്, മാക്സിമം എക്സ്റ്റെൻഡ് പോസിബിൾ. നമ്മൾ പേഷ്യൻസിനെ നേരത്തെ ടൈം ഒന്നും സ്പെൻഡ് ചെയ്യാതെ, ടൈം കളയാതെ, വേസ്റ്റ് ചെയ്യാതെ നമ്മള് പേഷ്യൻസിനെ നേരത്തെ. അതിന് ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല. ഷുഡ് ബി പ്രോപ്പർലി റിവൈവ്ഡ് ഇല്ല, നിങ്ങൾ അത് വായിച്ചാൽ മതി. അതിൽ ക്വസ്റ്റ്യൻസ് ഒന്നും ഇടാൻ സാധ്യതയില്ല. ഇല്ലായിരിക്കും. നമുക്ക് നോക്കാം. നെക്സ്റ്റ്. ഓക്കെ, ഇനി നമുക്ക് എയർവേ നോക്കാം. സമയമില്ലേ? 15-12 ആയിട്ടുള്ളൂ. 2 കൂടി നോക്കി വെക്കാം. ഓക്കെ, കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമുണ്ടോ? ഈ സ്പീഡിൽ പോണോണ്ട് മനസ്സിലാവില്ലേ നിങ്ങൾക്ക്? ഈ സ്പീഡിൽ പോണതിന് കുഴപ്പമില്ലല്ലോ. ഓക്കെ, നമ്മളെ ഇപ്പൊ പോയാൽ നമുക്ക് ടൈം കിട്ടും. ടൈം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറ്റുമെന്നറിയോ? നമ്മൾക്ക് പാടവും തീരില്ല. പിന്നെ എല്ലാവരും കൂടി എടുത്ത് ഓടിച്ചങ്ങോട്ട് വിടും. പിന്നെ നിങ്ങൾക്ക് അതിന്റെ ഇടയിൽ ഡിസ്കസ് ചെയ്യാനാ, നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാനൊന്നും ടൈം കിട്ടില്ല. ഓക്കെ, അപ്പൊ നമുക്ക് എയർവേ എന്താ നോക്കാം. എന്താ എയർവേ? The patients with the possibility of railway airway compromise in the course of transfer should be electively intubated with the endotracheal tube with a cuff which should be fixed properly after verifying in exact position. Some patients need a properly placed nasogastric tube in order to prevent aspiration of gastric contents during transfer. The cervical spine stabilization may be needed in some trauma patients. എന്താ പറഞ്ഞേ? ഒന്നുമില്ല, സിമ്പിൾ ആണ്. നമുക്ക് നോക്കാം എന്താ പറഞ്ഞേ. എന്താ പറഞ്ഞേ? എയർവേ
നമ്മളൊരു പേഷ്യൻസിനെ ദ പേഷ്യൻസ് വിത്ത് പോസിബിലിറ്റി ഓഫ് എയർവേ കോംപ്രമൈസ് in the course of transfer should be electively intubated with the endotracheal tube. ETT full form ചോദിക്കാൻ സാധ്യതയുണ്ട്, വെരി ഇമ്പോർട്ടന്റ് ആണ്. ETT എല്ലാവരും അണ്ടർലൈൻ ചെയ്തോ, എൻഡോട്രക്കിയൽ ട്യൂബ്. ETT എൻഡോട്രക്കിയൽ ട്യൂബ്. ഓക്കെ, അതിന്റെ അറ്റത്താണ് വിത്ത് എ കഫ്. കഫ് എന്ന് പറയുന്നത് എന്താ, ഒരു ബലൂണ് പോലെ. എൻഡോട്രക്കിയൽ ട്യൂബ്, നമ്മള് എൻഡോട്രക്കിയൽ ട്യൂബ് എന്ന് വെച്ചാൽ എന്താ, എൻഡോട്രക്കിയൽ ട്യൂബ് വിത്ത് എ കഫ്. അതാ ട്യൂബിന്റെ അറ്റത്ത് നമ്മൾ ഗൂഗിളിൽ സെർച്ച് നോക്കിയാൽ കാണാൻ പറ്റും എൻഡോട്രക്കിയൽ ട്യൂബ്. അതിന്റെ അറ്റത്ത് ഒരു കഫ് പോലെ, ഒരു ബലൂണ് പോലെ ഒരു സാധനം ഉണ്ട്. അതാണ് ഇതെന്തിനാ ഉപയോഗിക്കണ ഈ എൻഡോട്രക്കിയൽ ട്യൂബ്? ദാറ്റ് ഹാസ് എൻ ഇൻഫ്ലാറ്റബിൾ ബലൂൺ ലൈക്ക് എ ഫീച്ചർ അറ്റ് ദ എൻഡ് ഓഫ് ദ ട്യൂബ്. ഈ ട്യൂബിന്റെ അറ്റത്തുള്ള സാധനമാണ് കഫ് എന്ന് പറയുന്നത്. ഓക്കെ, അറ്റത്ത് ഒരു ബലൂണ് പോലെ ഒരു സാധനം ഉണ്ട്, അതിനാണ് നമ്മൾ ഈ കഫ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം പേഷ്യൻസിന്റെ എന്താ കാര്യം പറഞ്ഞേ. നമ്മള് ട്രാൻസ്ഫർ സമയത്ത് ഒരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത്, ഒരു പേഷ്യന്റ് അല്ല, എമർജൻസി ആയ പേഷ്യന്റ്, ക്രിട്ടിക്കൽ സ്റ്റേജ് ആയ പേഷ്യന്റ് ആണ്. നിങ്ങൾ അത് വിട്ടുപോകരുത്. നമ്മൾ ഒരു ടോപ്പിക് പഠിച്ച അതിന്റെ കണ്ടിന്യൂഷൻ വരുമ്പോൾ ഫസ്റ്റ് ഉള്ളത് നമ്മൾ മറക്കരുത്. നമ്മൾ എന്താ പറഞ്ഞു തുടങ്ങിയത്, എന്തിനെ കുറിച്ചാ പറയണേ? സീരിയസ് ആയ പേഷ്യന്റ് ആണ്, എമർജൻസി പേഷ്യന്റിന്റെ കാര്യം പറയണേ. അപ്പൊ അത് പറയാ, ട്രാൻസ്ഫർ സമയത്ത് ഈ എയർവേ എന്ന് പറയുന്നത് ശ്വസന നാളത്തില് നമ്മൾ എങ്ങനെ ഒരു കോംപ്രമൈസും ഇല്ല, വിട്ടുവീഴ്ചയൊന്നുമില്ല. രോഗികളെ നമ്മൾ എന്ത് ചെയ്യും, അവരെ നോക്കാതെ കഫ് ഉപയോഗിച്ച് എൻഡോട്രക്കിയൽ ട്യൂബ് നമ്മൾ ഫിക്സ് ചെയ്യും. എങ്ങനെ ഫിക്സ് ചെയ്യാം? എങ്ങനെ പേഷ്യന്റ് പോസിബിലിറ്റി ഓഫ് എയർവേ കോംപ്രമൈസ് ഒന്നും ഇല്ലാതെ നമ്മൾ ഇൻ ദ കോഴ്സ് ഓഫ് ട്രാൻസ്ഫർ ഷുഡ് ബി ആക്റ്റീവ്ലി ഇൻക്യുബേറ്റഡ് വിത്ത് ട്രക്കിയൽ ട്യൂബ്. ട്രക്കിയൽ ട്യൂബ് വിത്ത് കഫ് ഷുഡ് ബി ഫിക്സ്ഡ്. നമ്മൾ ട്യൂബ് ഫിക്സ് ചെയ്തു. എന്തിനു ഫിക്സ് ചെയ്തു? ആഫ്റ്റർ വെരിഫൈ ഇറ്റ്സ് എക്സാക്ട് പൊസിഷൻ. എന്താ, നമ്മൾ അതിന്റെ കൃത്യമായ സ്ഥാനമൊക്കെ പരിശോധിച്ചതിന് ശേഷമാണ് നമ്മൾ അത് ഫിക്സ് ചെയ്യണത്. എൻഡോട്രക്കിയൽ ട്യൂബ് നമ്മൾ ഏതിൽ കൂടി ഇടുന്നേ? നമ്മള് വായക്കൂടി ഇടും, മൂക്കി കൂടി ഇടും. വായക്കൂടി ഇടുന്നതാണ്. വായക്കൂടി ചിലവരെ വായക്കൂടി നേരിട്ട് അവർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? വായക്കൂടി ഈ ട്യൂബ് എവിടെ കൊണ്ടുപോയി ഇടും? ഇതിന്റെ അറ്റം, ഇതിന്റെ അഞ്ച് എവിടെ പോണേ? അതോ വയറിൽ പോകും. വയറിൽ കൊണ്ടുപോയി ഈ ട്യൂബ് ഇടും. അപ്പൊ നമ്മൾ ഭക്ഷണ സാധനങ്ങളൊക്കെ കൊടുക്കുന്നത് ജ്യൂസ് ആക്കി മിക്സിയിലൊക്കെ അടിച്ച് ഈ ട്യൂബിലോട്ട് ഒഴിച്ചു കൊടുക്കും. ഓക്കെ, അങ്ങനെ ഇടുന്നപ്പോഴേ എന്താ നമ്മൾ പറഞ്ഞേ, ഈ എൻഡോട്രക്കിയൽ ട്യൂബ് അത് കഫ് ഉപയോഗിച്ച് അത് നമ്മൾ പേഷ്യൻസിന് ഇടും. എന്തിനാ? ആഫ്റ്റർ വെരിഫൈങ് എക്സാക്ട് പൊസിഷൻ. കൃത്യമായ അത് പൊസിഷൻ മനസ്സിലാക്കണം, അല്ലാതെ ഇടാൻ പറ്റില്ല. ഒരു പേഷ്യൻസിന്റെ നമ്മൾ കൃത്യമായ അതിന്റെ സ്ഥാനം, എവിടൊക്കെയാണ് സ്ഥാനം, നമ്മൾ ഇത് ഇടുന്നത് നമ്മൾ നഴ്സുമാരൊന്നും ഇടില്ല. ആരായിരിക്കും ട്യൂബ് ഇടുന്നത്? ഡോക്ടേഴ്സ് ആയിരിക്കും. കാരണം ഇത് ഇടുന്നെങ്കിൽ കറക്റ്റ് പൊസിഷൻ അറിഞ്ഞിരിക്കണം. എന്നാ മാത്രമേ നമുക്ക് ഈ ട്യൂബ് ഇടാൻ പറ്റുള്ളൂ. നമ്മളുടെ അന്നനാളത്തിൽ കൂടി ഇങ്ങനെ പോയി ട്യൂബ് ഇവിടൊക്കെ ഇതിലേ പോയി നമ്മുടെ വയറിലാണ് വരുന്നത്. അപ്പൊ അവിടെ എങ്ങും വേറൊരു ഇഷ്യൂസോ വേറെ പ്രശ്നങ്ങളോ ഇഞ്ചുറിയോ ഒന്നും ഉണ്ടാവരുത്. എൻഡോട്രക്കിയൽ ട്യൂബ്, ബ്രീത്തിങ് ട്യൂബ്, ശ്വസന ട്യൂബ്, ആ ട്യൂബ് ഇടുന്നത്. ഗ്യാസ്ട്രിക് ട്യൂബ് വരുന്നുണ്ട്, അത് താഴെ വരുന്നുണ്ട്. അത് നമ്മൾ പറയും ആസ്പിരേഷന്റെ ഗ്യാസ്ട്രിക് ട്യൂബ് വരുന്നുണ്ട്, അത് നമ്മൾ പറയും. അത് മൂക്കി കൂടി ഇടും. അത് വരുന്നുണ്ട്, നമുക്ക് പറയാം. ഓക്കെ, ഇപ്പൊ നമ്മളിത് ഈ ട്യൂബ് നമ്മൾ എൻഡോട്രക്കിയൽ ട്യൂബ് ഇട്ട് കഫ് ഉപയോഗിച്ച് അത് ഫിക്സ്ഡ് ഉറപ്പിച്ചു. നമ്മൾ കറക്റ്റ് പൊസിഷൻ നോക്കണം, എക്സാക്ട് പൊസിഷൻ വെരിഫൈ ചെയ്ത് ഇട്ടു. ചില പേഷ്യൻസിന്, സം പേഷ്യൻസ് നീഡ് എ പ്രോപ്പർലി പ്ലേസ്ഡ് നാസോഗ്യാസ്ട്രിക് ട്യൂബ് ഇൻ ഓർഡർ ടു പ്രിവെന്റ് ആസ്പിരേഷൻ ഓഫ് ഗ്യാസ്ട്രിക് കണ്ടന്റ് ഡ്യൂറിംഗ് ട്രാൻസ്ഫർ. ചില പേഷ്യൻസിന് എന്തായിരിക്കും, ഗ്യാസ്ട്രിക്കിന്റെ പ്രോബ്ലം അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ നമ്മൾ ഏത് ട്യൂബ് ഇടും? നാസോഗ്യാസ്ട്രിക് ട്യൂബ്. അപ്പൊ അവർക്ക് അത് മൂക്കി കൂടിയാണ് ആ ട്യൂബ് ഇറക്കണത്. ആ ട്യൂബ് എങ്ങനെ ഇറക്കണേ? മൂക്കി കൂടി. നാസോഗ്യാസ്ട്രിക് ട്യൂബ് ഇൻ ഓർഡർ ടു പ്രിവെന്റ് ആസ്പിരേഷൻ ഓഫ് ഗ്യാസ്ട്രിക് കണ്ടന്റ്. അപ്പൊ നമ്മൾ ഗ്യാസുമായിട്ട് സംബന്ധമായ നമ്മള് കറക്റ്റ് ഇതിന്റെ ആ ഒരു ചിലവർക്ക് നമ്മള് ഇത് പേഷ്യൻസ് എങ്ങനെയായിരിക്കും ട്യൂബൊക്കെ ഇടുമ്പോൾ നമ്മള് ഭയങ്കര ക്രിട്ടിക്കലായ പേഷ്യൻസിന് മാത്രമേ നമ്മൾ ട്യൂബ് ഇടുള്ളൂ. ഒരുവിധം വെള്ളം കൂടി ഇറക്കണ പേഷ്യൻസിന് ഒരിക്കലും നമ്മൾ ട്യൂബ് ഇടില്ല.
അപ്പൊ അവർക്കത് നമ്മൾ വെള്ളം എങ്ങനെയെങ്കിലും വായക്കൂടി ഇട്ടിച്ച് അവർ സ്പൂൺ വഴിയൊക്കെ നമ്മൾ കൊടുക്കും. അപ്പൊ ഈ ട്യൂബ് ഇടുന്നത് ഭയങ്കര സീരിയസ് ഉള്ള പേഷ്യൻസിനാണ് നമ്മൾ എയർവേ വഴി ട്യൂബ് ഇടുന്നത്. ശ്വസന നാളം വഴി, എയർവേ എന്ന് പറയുന്നത് എന്താ, ശ്വസന നാളം, അതുവഴി നമ്മൾ ട്യൂബ് ഇടുന്നു. അപ്പൊ നമ്മൾ ഈ പേഷ്യൻസിന്, ചില പേഷ്യൻസിന് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അവർക്ക് ഗ്യാസ്ട്രിക് ഉള്ള കാരണം, ഗ്യാസ്ട്രിക്കിന്റെ ആ ഒരു ഇത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ കറക്റ്റ് നാസോഗ്യാസ്ട്രിക് ട്യൂബ് അപ്പൊ അവർക്ക് ആവശ്യം നമ്മൾ ഫിക്സ് ചെയ്യും. എന്ത് ട്യൂബാ, നാസോഗ്യാസ്ട്രിക് ട്യൂബ്. അതെന്തിനു വേണ്ടിയാ, ടു പ്രിവെന്റ് ആസ്പിരേഷൻ ഓഫ് ഗ്യാസ്ട്രിക്. അണ്ടർലൈൻ ചെയ്തോ, നാസോഗ്യാസ്ട്രിക് ട്യൂബിന്റെ ആവശ്യം എന്താണ്, നാസോഗ്യാസ്ട്രിക് ട്യൂബിന്റെ ആവശ്യം അതെന്തുകൊണ്ടാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്, ടു പ്രിവെന്റ് ആസ്പിരേഷൻ ഓഫ് ഗ്യാസ്ട്രിക്. ഇതിൽ നിന്ന് പ്രിവെന്റ് ചെയ്യാനാ, ആസ്പിരേഷൻ ഓഫ് ഗ്യാസ്ട്രിക്. അത് അണ്ടർലൈൻ ചെയ്യാം. പിന്നെന്താ, പിന്നെ നമ്മൾ ഇടുന്നതാണ് ദ സെർവിക്കൽ സ്പൈൻ സ്റ്റെബിലൈസേഷൻ മേ ബി നീഡഡ് ഇൻ സം ട്രോമ പേഷ്യന്റ്. ട്രോമ പേഷ്യൻസിന് നമ്മൾ എന്ത് ചെയ്യും, ട്രോമ പേഷ്യൻസിന് നമ്മൾ സെർവിക്കൽ സ്പൈൻ സ്റ്റെബിലൈസർ ഉള്ള പേഷ്യൻസിനാണ് ഇടാം. സ്ഥിരതയില്ലാതെ സെർവിക്കൽ സ്പൈൻ, നമുക്ക് ബാക്കിലുള്ള ആണ് സെർവിക്കൽ സ്പൈൻ, അതിന്റെ സ്ഥിരത അതിന് ഇല്ലാതെങ്കിലും അതിനൊരാവശ്യമാണ് ട്രോമ പേഷ്യൻസ്. ട്രോമ പേഷ്യൻസ് എന്ന് വെച്ചാൽ എന്താ, ഇഞ്ചുറി ഒക്കെ വന്നത്, മുറിവൊക്കെ ഉള്ള പേഷ്യൻസില്ലേ, അതാണ് ട്രോമ പേഷ്യൻസ് എന്ന് പറയുന്നത്. എന്തെങ്കിലും മുറിവൊക്കെ ഉണ്ടെങ്കിൽ ആ പേഷ്യൻസിന് എന്താ നമ്മൾ പറയാ, ട്രോമ. ശ്വാസകോശത്തിൽ അവിടെ ഇവിടെ ഒക്കെ എന്തുണ്ടാവും, ചെറിയ ഇഞ്ചുറി, അങ്ങനെ മുറിവുകള്, അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ. ഓക്കെ ഓക്കെ, അതൊന്ന് വായിച്ചു നോക്കിയേ, ഒരു മിനിറ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. ഓക്കെ, എല്ലാരും വായിച്ചു നോക്കിയാ. അപ്പൊ എന്താ പറഞ്ഞേ എയർവേ, ഒന്നുകൂടി പറയാ, എന്താ എയർവേ പറഞ്ഞേ, ഒന്നുകൂടി എയർവേ എന്താ പറഞ്ഞേ, പേഷ്യൻസിന് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത്, പേഷ്യൻസിനെ, ക്രിട്ടിക്കലായ പേഷ്യൻസിനെ, എമർജൻസി ആയ പേഷ്യൻസിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അവരുടെ എയർവേയിൽ, ശ്വസന നാളത്തിൽ നമ്മൾ എന്താ കോംപ്രമൈസ് ഒന്നും ചെയ്യാതെ അവർ സാധ്യതയായിട്ട്, പോസിബിൾ ആയിട്ട് നമ്മൾ രോഗികളെ ഒരു കപ്പ് ഉപയോഗിച്ച് എൻഡോട്രക്കിയൽ ട്യൂബ് നമ്മൾ ഫിക്സ് ചെയ്യും. കപ്പ് വിത്ത് കപ്പ് എന്ന് വെച്ചാൽ എൻഡോട്രക്കിയൽ ട്യൂബിന്റെ അറ്റത്ത് ഒരു ബലൂൺ പോലെ സാധനമുണ്ട്, അത് വെച്ചാണ് നമ്മൾ ഇത് ഫിക്സ് ചെയ്യണേ. ഇത് ഫിക്സ് ചെയ്യുമ്പോൾ നമ്മൾ കറക്റ്റ് ആഫ്റ്റർ വെരിഫൈയിങ് എക്സാക്ട് പൊസിഷൻ നമ്മൾ കൃത്യമായിട്ട് സ്ഥാനം പരിശോധിച്ചതിന് ശേഷമാണ് നമ്മൾ ഇത് ഉറപ്പിക്കേണ്ടത്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ചില രോഗികൾക്ക് എന്ത് വരും, ചില പേഷ്യൻസിനെ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഗ്യാസ്ട്രിക്കിന്റെ പ്രശ്നമൊക്കെ അങ്ങനെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ആ സമയത്ത് അവർക്ക് ശരിയായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നാസോഗ്യാസ്ട്രിക് ട്യൂബ് ഫിക്സ് ചെയ്യണം. എന്താ, നാസോഗ്യാസ്ട്രിക് ട്യൂബ് ഫിക്സ് ചെയ്യണം. പിന്നെന്താ, ചില ട്രോമ പേഷ്യൻസ് ഉണ്ടാവും. ട്രോമ പേഷ്യൻസ് എന്ന് പറയുന്നത് ഫിസിക്കലായിട്ട് ഇഞ്ചുറി, അവർക്ക് തൊണ്ടയുടെ ഭാഗത്ത്, കഴുത്തിന് അവിടെയൊക്കെ ഉള്ളിൽ നിന്നുള്ള ഫിസിക്കലായി എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടെങ്കിൽ അവർക്ക് സെർവിക്കൽ നട്ടലിന്റെ ആ ഒരു സ്റ്റെബിലൈസേഷൻ ആവശ്യമായിട്ട് വരും. സ്റ്റെബിലൈസേഷൻ, സ്ഥിരത, എന്തിന്റെ, ദ സെർവിക്കൽ സ്പൈന്റെ സ്റ്റെബിലൈസേഷൻ ആവശ്യമായിട്ട് വരും. അപ്പൊ അത് ഓർക്കാം. വി നീഡഡ് സം ട്രോമ പേഷ്യൻസിന് ഇങ്ങനെ ട്യൂബൊക്കെ ഇടുമ്പോൾ നമ്മൾ പറഞ്ഞു, മൂക്കി കൂടി വായക്കൂടി ട്യൂബ് ഇടും. ഈ ട്യൂബ് എല്ലാം കൂടി പോണത് എവിടെ, നമ്മുടെ ത്രോട്ട് വഴിയാണ്. അവിടെ ഒരു ഇഞ്ചുറി ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ഫിസിക്കൽ ഇഞ്ചുറി, അതാണ് ട്രോമ. അപ്പൊ നമ്മൾ അവിടെ ഇഞ്ചുറി ഉണ്ടാവണേനെ ട്രോമ എന്ന് പറയും. അപ്പൊ അത് ട്രോമ പേഷ്യൻസ് ആയി. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് അതിന്റെ ബുദ്ധിമുട്ട്, സെർവിക്കൽ സ്പൈന്റെ ഒക്കെ എന്താ, ആ സെർവിക്കലില് നട്ടലിന്റെ നമ്മുടെ സ്ഥിരത, അപ്പൊ നമുക്ക് എന്ത് വേണം, സ്റ്റെബിലൈസ് ഇത് സ്ഥിരത ആവശ്യമായിട്ട് വരും. അത് കറക്റ്റ് ആയിട്ട് ഇരിക്കണം, അല്ലെങ്കിൽ ആ മുറിവൊക്കെ വരുമ്പോൾ അത് നമ്മുടെ സ്പൈനൽ കോഡിനെ ബാധിക്കും. അതാ പറഞ്ഞത്. അപ്പൊ ഇതൊക്കെ കറക്റ്റ് നോക്കിയിട്ട് വേണം നമ്മൾ പേഷ്യൻസിനെ ട്രാൻസ്ഫർ ചെയ്യാൻ. അപ്പൊ പേഷ്യൻസിനെ ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല, ചെയ്യണതിന് മുമ്പ് നമ്മൾ ഫസ്റ്റ് എയർവേ കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കണം. അതിൽ 2 ട്യൂബ് പറയുന്നുണ്ട്, എൻഡോട്രക്കിയൽ ട്യൂബ് വിത്ത് കഫ്, പിന്നെ പറയണതാണ് നാസോഗ്യാസ്ട്രിക് ട്യൂബ്. മൂന്നാമത് പറയണത് ട്രോമ പേഷ്യൻസിന് എന്തുണ്ടാവും, ദ സെർവിക്കൽ സ്പൈൻ സ്റ്റെബിലൈസേഷൻ ഉണ്ടാവും, മേ ബി നീഡഡ് ആണ്.
ഏതാ? സെർവിക്കൽ സ്പൈൻ സ്റ്റെബിലൈസേഷൻ. ഈ 3 പോയിന്റ്സും അവിടെ ഓർക്കാനുണ്ട്, അണ്ടർലൈൻ ചെയ്തിടാം. വേറെ ഒന്നുമില്ല. എയർവേയില് 3 പോയിന്റ്സ് മാത്രമേ ഉള്ളൂ. ETT ഫുൾ ഫോം പഠിക്കാം. ETT എന്താ? എൻഡോട്രക്കിയൽ ട്യൂബ് വിത്ത് കപ്പ്. എൻഡോട്രക്കിയൽ ട്യൂബ് ETT. അത് കഴിഞ്ഞ് നാസോഗ്യാസ്ട്രിക് ട്യൂബ്, പിന്നെ സെർവിക്കൽ സ്പൈൻ സ്റ്റെബിലൈസേഷൻ. ഓക്കെ, കുഴപ്പമില്ലല്ല? എയർവേ കുഴപ്പമില്ലല്ല? ഓക്കെ. നെക്സ്റ്റ് എന്താ? ബ്രീത്തിങ്. നമുക്ക് നോക്കാം ബ്രീത്തിങ് എന്താണ്. The ventilation should be sufficiently regulated with optimization of the arterial blood gas values. In the suspected pneumothorax, chest drain should be installed before transfer, especially before air transport. എന്താ പറഞ്ഞേ? ന്യൂമോതൊറാക്സ് എന്താ പറഞ്ഞേ? The ventilation should be sufficiently regulated. നമ്മൾ പറഞ്ഞു എയർവേ കഴിഞ്ഞു, ബ്രീത്തിങ് രണ്ടാമത്തെ. പേഷ്യൻസിനെ നമ്മൾ കൊണ്ടുപോകുമ്പോൾ എയർവേ കറക്റ്റ് ശ്വസന നാളത്തിൽ കൂടി ട്യൂബ് 2 ട്യൂബ് പോകും, അത് കറക്റ്റ് ആയിട്ട് ഫിക്സ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി നമ്മൾ പറയണത് ബ്രീത്തിങ്. നമ്മൾ ബ്രീത്തിങ് എന്ന് വെച്ചാൽ എന്താ? ശ്വസനം. ബ്രീത്തിങ് എന്താ? ശ്വസനം. ശ്വാസകോശത്തിൽ നിന്ന് നമ്മൾ ഉള്ളിലോട്ട് പുറത്തേക്കും എടുക്കണം. ശ്വാസകോശത്തിൽ നിന്ന് നമ്മൾ ഉള്ളിലോട്ടും പുറത്തേക്കും എടുക്കുന്ന പ്രക്രിയയാണ് ശ്വസനം എന്ന് പറയുന്നത്. പുറത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും? ശരീരത്തിന്റെ മറ്റു ഭാഗത്തിലേക്ക് നമ്മൾ ഓക്സിജൻ എത്തിച്ചു കൊടുക്കും. അത് ഈ ശ്വാസം വഴിയാണ്. എന്നിട്ട് നമ്മൾ ഉള്ളിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് കളയും. അതെങ്ങനെ? നമ്മൾ ശ്വസനം എങ്ങനെ എടുക്കണേ? ഉള്ളിലോട്ടും അകത്തേക്കും പുറത്തേക്കും വലിച്ച്, ഉള്ളിലേക്കും പുറത്തേക്കും വലിച്ച് നമ്മൾ ഇങ്ങനെ വലിച്ചെടുക്കുന്ന പ്രക്രിയയാണ് ശ്വസനം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഉള്ളിലോട്ട് നമ്മൾ എന്ത് വലിച്ചു കയറ്റും? ഓക്സിജൻ വലിച്ചു കയറ്റും. അതൊക്കെ ഓക്സിജൻ നമ്മുടെ ശരീരത്തിൽ ആവശ്യമുള്ള ഭാഗത്തേക്കൊക്കെ ഓക്സിജൻ പോകും. എന്നിട്ട് നമ്മൾ ഉള്ളിൽ നിന്ന് എന്താ? കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് എടുക്കും. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം, ചെറിയ ക്ലാസ്സിൽ മുതൽ പഠിക്കാനാണ്. നമ്മൾ ഈ പുറത്തുവിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ആര് വലിച്ചെടുക്കണേ? പുറത്തുവിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് സസ്യങ്ങൾ വലിച്ചെടുക്കും. അവരാണ് നമുക്ക് ഓക്സിജൻ തള്ളണത്, ഇങ്ങനെ പുറത്തേക്ക് ഇടുന്നത്. ആ ഓക്സിജൻ ആണ് നമ്മൾ വലിച്ചെടുക്കുന്നത്. നമുക്ക് ആവശ്യം എന്താ? ഓക്സിജൻ. നമുക്ക് ആവശ്യമില്ലാത്തത് കാർബൺ ഡൈ ഓക്സൈഡ്. പക്ഷെ സസ്യങ്ങൾക്ക് എന്താ ആവശ്യം? കാർബൺ ഡൈ ഓക്സൈഡ്. അവർക്ക് ഓക്സിജൻ ആവശ്യമില്ല. അതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ തുടങ്ങി പഠിക്കാനാണ്, അത് നമുക്കറിയാം. അപ്പൊ നമ്മൾ ഇവിടെ നമ്മളോട് ബ്രീത്തിങ് എന്ന് വെച്ചാൽ എന്താണെന്നാണ് നമുക്കറിയാം. ബ്രീത്തിങ് എന്താന്നുള്ളത് ഇതാണ് ബ്രീത്തിങ്. അതിന്റെ പ്രക്രിയയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. ഇവിടെ ബ്രീത്തിങ് എന്ന് പറയുന്നത് വെന്റിലേഷൻ ഷുഡ് ബി സഫിഷ്യന്റ്ലി റെഗുലേറ്റഡ് വിത്ത് ഒപ്റ്റിമൈസേഷൻ ഓഫ് ദ ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ് വാല്യൂസ്. എന്ന് വെച്ചാൽ എന്താ? ആർട്ടീരിയൽ എന്ന് വെച്ചാൽ നമ്മുടെ ധമനികൾ. നമുക്ക് ഒരുപാട് ധമനി ഉണ്ട്. അപ്പൊ ആ ധമനികളിലെ ബ്ലഡ് ഗ്യാസ് വാല്യൂ എന്ന് വെച്ചാൽ രക്തവാതക മൂല്യങ്ങൾ, ബ്ലഡിന്റെ ഗ്യാസ് വാല്യൂ. ആ ധമനികളിൽ എന്താ ഒഴുകണേ? ബ്ലഡ് ആണ്. ധമനികളിൽ കൂടി പോണത് ബ്ലഡ്. ആ ബ്ലഡ് പോണ അതിന്റെ ഇത് ഒപ്റ്റിമൈസേഷൻ ഉപയോഗിച്ച് നമുക്ക് വെന്റിലേറ്ററിൽ കറക്റ്റ്. ഇപ്പൊ എമർജൻസി പേഷ്യൻസ് ഒക്കെ എങ്ങനെയായിരിക്കും പോണത്? മിക്ക എമർജൻസി പേഷ്യൻസും വെന്റിലേറ്ററിൽ ഇപ്പൊ വെന്റിലേറ്ററിൽ പോണ പേഷ്യൻസിന്റെ കാര്യമാണ്, അതിന്റെ ശ്വാസത്തിന്റെ കാര്യമാണ് ഇപ്പൊ ഈ പറയുന്നത്. അപ്പൊ നമ്മൾ ഓർക്കാം വെന്റിലേഷൻ നമ്മൾ അവർക്ക് എന്ത് കൊടുക്കാം? വെന്റിലേഷനിൽ വേണ്ടത്ര നിയന്ത്രിക്കണം. എന്ന് വെച്ചാൽ അവർക്ക് അതിനുള്ള വായു ഇതൊക്കെ കിട്ടണം. ശ്വാസം നമുക്കൊരു ഇത്തിരി ശ്വാസമാണെങ്കിലും നമുക്കതൊരു ബുദ്ധിമുട്ടാണ്. അപ്പൊ എമർജൻസി ആയ പേഷ്യൻസ്, ഭയങ്കര ക്രിട്ടിക്കലായ പേഷ്യൻസിന്റെ അവസ്ഥ എങ്ങനെയായിരിക്കും? വെന്റിലേറ്ററിൽ കിടക്കണ പോലെയാണ്. അവർക്ക് അതിനുള്ള വെന്റിലേഷൻ, അവർക്ക് അതിനുള്ള കറക്റ്റ് ശ്വാസവും അതൊന്നും കിട്ടണില്ല. അപ്പൊ നമ്മൾ ഷുഡ് ബി സഫിഷ്യന്റ് റെഗുലേറ്റഡ് വിത്ത് ഓക്സിജൻ ആർട്ടിഫിഷ്യൽ. അപ്പൊ ധമനികളിലെ ഈ രക്തവാത മൂല്യങ്ങളുടെ ഒപ്റ്റിമൈസേഷൻ ഉപയോഗിച്ചാണ്, ബ്ലഡിന്റെ ആ ഒരു പ്രവർത്തനത്തിന്റെ ആ ഒരു ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്? പേഷ്യൻസിനെ ഒരു മിനിറ്റ് അത് ഞാൻ എടുത്തിട്ടില്ല.
ഓക്കെ, എന്താ നമ്മൾ പറഞ്ഞേ? അപ്പൊ നമ്മള് ബ്രീത്തിങ് ആണ് പറഞ്ഞത്. ദ വെന്റിലേഷൻ ഷുഡ് ബി സഫിഷ്യന്റ്ലി റെഗുലേറ്റഡ് വിത്ത്. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞേ? നമ്മളെ ബ്ലഡിലെ ആർട്ടീരിയൽ ധമനിയിലെ ബ്ലഡ് മൂല്യങ്ങൾ അത് നമ്മൾ എന്ത് ചെയ്യണം? ഒപ്റ്റിമൈസേഷൻ വെച്ചാൽ എന്താ? ഒപ്റ്റിമൈസേഷൻ അത് ഉത്തമീകരിക്കുക എന്ന് വെച്ചാൽ അത് ക്രമീകരിച്ചിട്ട് അത് ഉപയോഗിച്ച് ആണ് നമ്മള് അവിടെ വേണ്ടത്ര വെന്റിലേഷൻ കൊടുക്കുന്നത്. വെന്റിലേഷൻ വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള ശ്വസനങ്ങൾ നമ്മൾ ഈ ശ്വസനം വഴി ബ്രീത്തിങ് നമ്മൾ പറഞ്ഞു. നമ്മൾ ഉള്ളിലോട്ട് ശ്വസനം വിടും, ഉള്ളിലോട്ട് എടുക്കുക, പുറത്തേക്ക് എടുക്കുക, അതാ ബ്രീത്തിങ്. പക്ഷെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് ഒരു ട്യൂബ് ഇട്ടേക്കണം, സ്വന്തം ശ്വസിക്കാനായിട്ട് അവർ മാസ്ക് വെച്ച് നമ്മൾ ട്യൂബ് ഇട്ടേക്കണ പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് ഉള്ളിലോട്ടും പുറത്തേക്കും ശ്വാസം എടുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അവരെന്ത് ചെയ്യും? ആ ബ്രീത്തിങ്ങിന് അവരുടെ ബ്ലഡില് എന്ത് ചെയ്യും? ബ്ലഡ് ഗ്യാസ് വാല്യൂസിൽ അവർ ഒപ്റ്റിമൈസേഷൻ അതിങ്ങനെ ഓരോ കാര്യങ്ങളും ക്രമീകരിച്ച് ഉപയോഗിച്ച് വേണ്ടത്ര വെന്റിലേഷൻ വഴിയാണ് അവര് ശ്വാസം കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് നോക്കുക. പിന്നെന്താ? ന്യൂമോത്രാക്സ് ചെസ്റ്റ് ട്രെയിൻ ഷുഡ് ബി ഇൻസ്റ്റാൾഡ് ബിഫോർ ട്രാൻസ്ഫർ, എസ്പെഷ്യലി ബിഫോർ ഇപ്പൊ നമ്മൾ ഈ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പ് പേഷ്യൻസിന് എന്തെല്ലാം കാര്യങ്ങൾ? ന്യൂമോത്രാക്സ് ഈ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പ് പ്രത്യേകിച്ച് നമ്മൾ പേഷ്യൻസിന് എന്തെങ്കിലും മാസ്ക് വെക്കും. ഇങ്ങനെ എന്താ വെക്കാം? ഇൻസ്റ്റാൾഡ് ബിഫോർ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പ് പേഷ്യൻസിന് നമ്മൾ മാസ്ക് വെച്ചിട്ടുണ്ട്. ഓക്സിജൻ സിലിണ്ടർ വെക്കുമ്പോ തന്നെ എന്ത് ചെയ്യും? ശ്വാസം കിട്ടാൻ വേണ്ടി ആ മാസ്ക് വെക്കും. അപ്പൊ ആ മാസ്ക് വെക്കുമ്പോ അതെവിടെയാണ് നമ്മൾ അതിന്റെ കാര്യങ്ങള്? ഡ്രെയിനേജ് ഇൻ ചെസ്റ്റിന്റെ അവിടെയാണ് നമ്മൾ അത് വെക്കണം. മാസ്ക് ഇവിടെ വെച്ച് നമ്മൾ ശ്വാസത്തിന്റെ കാര്യങ്ങളൊക്കെ വെക്കുമ്പോൾ നെഞ്ചിലാണ് ഇതിന്റെ കാര്യങ്ങൾ തന്നെ. നേരെ ഇവിടെ പറയുന്നുണ്ട് സസ്പെക്റ്റഡ് ചെസ്റ്റ് ഡ്രെയിൻ എന്ന് പറയുന്നത് ശ്വാസം കിട്ടാനായിട്ട് നെഞ്ചിന്റെ ഡ്രൈനേജ് സ്ഥാപിക്കണം. അത് അങ്ങനത്തെ ഒരു ഇതാണ്, നെഞ്ചില് ഡ്രൈനേജ് സ്ഥാപിക്കണം. ഡ്രൈനേജ് ചെസ്റ്റില് അവർക്ക് മാസ്ക് ഇത് വെച്ചിട്ടുണ്ടെങ്കിലും അവർക്ക് നെഞ്ച് വഴിയാണ് ശ്വാസം ശരിക്കും കിട്ടുന്നത്. മാസ്കിൽ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിലും എന്ത് വഴിയാ? ന്യൂമോതൊറാക്സ് ചെസ്റ്റ് ട്രെയിൻ ഷുഡ് ബി ഇൻസ്റ്റാൾഡ് അവിടെ നമ്മൾ സ്ഥാപിക്കണം, ഇൻസ്റ്റാൾ ചെയ്യണം ബിഫോർ ട്രാൻസ്ഫറിന് മുമ്പ്, എസ്പെഷ്യലി ബിഫോർ എയർ ട്രാൻസ്പോർട്ട്. അതിനെ നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ എന്ത് ചെയ്യും? ഈ ശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് പേഷ്യൻസിന് എല്ലാ പേഷ്യൻസിനെയും പോലെയല്ല, ഇവർ ക്രിട്ടിക്കൽ സ്റ്റേജ് ആണ്. ഇപ്പൊ നമുക്ക് നമ്മള് മാസ്ക് വെച്ചാൽ മാത്രം പോരാ. പേഷ്യൻസിന് ഇങ്ങനെ നമ്മൾ മാസ്ക് വെച്ചു, പേഷ്യൻസിന് നമ്മൾ ഇങ്ങനെ മാസ്ക് വെച്ചു. പേഷ്യൻസ് എന്താ? ക്രിട്ടിക്കൽ സ്റ്റേജില് പേഷ്യൻസ് അവസ്ഥ ഭയങ്കര മോശമാണ്, ക്രിട്ടിക്കൽ സ്റ്റേജ് ആണ്. അപ്പൊ അവർക്ക് സ്വന്തമായിട്ട് ശ്വാസം എടുക്കാൻ പറ്റൂല. അപ്പൊ നമ്മൾ എന്താ? ഓക്സിജൻ സിലിണ്ടറിൽ നേരിട്ട് ഓക്സിജൻ കൊടുക്കുകയാണ്. ഇത് ഓക്സിജൻ ഇങ്ങനെ കൊടുക്കുമ്പോൾ അവരുടെ ധമനികൾ, അവരുടെ ആർട്ടീരിയൽ ധമനിയിൽ എന്ത് ചെയ്യും? ബ്ലഡ് ഗ്യാസ് വാല്യൂ വന്നു അറിയും. ബ്ലഡ് ഗ്യാസ് ആ ബ്ലഡിൽ ആ ആർട്ടീരിയൽ വന്നത് അതിന്റെ ഗ്യാസ് ഇങ്ങനെ വീർത്ത് നമ്മൾ കണ്ടിട്ടില്ലേ? ഓക്സിജൻ വരുമ്പോൾ ഒരു സാധനം വീർക്കും ചുരുങ്ങും. അതുപോലെയാണ് അവരുടെ ബ്ലഡ് ധമനികളില് ഇത് വന്നത്, ഓക്സിജൻ വന്നത്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ അതിന്റെ എന്താണ്? ക്രമീകരണം കറക്റ്റ് രീതിയിൽ വെന്റിലേഷൻ കിട്ടാൻ പാകത്തില് അവർക്കത് നമ്മൾ നിയന്ത്രിച്ച് കറക്റ്റ് ചെയ്ത് വെക്കണം. പിന്നെന്താ? ന്യൂമോതൊറാക്സിൽ ഇതിന് അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ. പിന്നെ ചെസ്റ്റ് ഡ്രൈനേജ് അതൊക്കെ ഒരു എക്യുപ്മെന്റ് ആണ്. അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ നമ്മൾ കറക്റ്റ് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ? ട്രാൻസ്ഫറിന് മുമ്പ് നമ്മൾ അതൊക്കെ നോക്കണം പേഷ്യന്റിനെ. ഈ ബ്രീത്തിന്റെ കാര്യത്തിൽ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇത്രയും കാര്യങ്ങൾ നോക്കണം. 2 കാര്യങ്ങൾ, ന്യൂമോതൊറാക്സും ചെസ്റ്റ് ഡ്രെയിനും ഉണ്ടോന്ന് നോക്കണം. പിന്നെ ഇത് ട്രാൻസ്ഫറിന് മുമ്പ് പ്രത്യേകിച്ച് പേഷ്യന്റിനെ എയർ ട്രാൻസ്പോർട്ട് എന്ന് വെച്ചാൽ എന്താ? എയർ ട്രാൻസ്പോർട്ട് നമ്മൾ പഠിച്ചു. മോഡ് ഓഫ് ട്രാൻസ്പോർട്ടിൽ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വരും. ട്രാൻസ്പോർട്ട് നമ്മൾ പേഷ്യൻസിനെ കൊണ്ടുപോകണത്. അപ്പൊ അങ്ങനത്തെ അത് നമുക്ക് നമ്മുടെ ഹോസ്പിറ്റലിലൊന്നുമില്ല. അപ്പൊ ഇങ്ങനെ പേഷ്യൻസിനെ നമ്മൾ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടിൽ എയർ ട്രാൻസ്പോർട്ട്, ലാൻഡ് ട്രാൻസ്പോർട്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഇനി എയർ ട്രാൻസ്പോർട്ടിനെ കുറിച്ച് സെപ്പറേറ്റ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ പ്രത്യേകിച്ച് അങ്ങനത്തെ ഉള്ള കാര്യത്തിലാണ് ഇതൊക്കെ നോക്കേണ്ടത്. പക്ഷെ ചില അടിയന്തരമായ എന്തെങ്കിലും സാഹചര്യം വരുമ്പോൾ പേഷ്യൻസിന് ന്യൂമോതൊറാക്സും ചെസ്റ്റ് ഡ്രെയിനും മസ്റ്റ് ആണ്. സാധാരണ ഒരു പേഷ്യന്റ് ആണെങ്കിൽ, കുറച്ച് ക്രിട്ടിക്കലൊക്കെ ഉള്ള പേഷ്യന്റ് ആണെങ്കിൽ വെറുതെ മാസ്ക് മാത്രം മതി. മാസ്ക് വെച്ച് മാത്രം നമുക്ക് ആ പേഷ്യൻസിന്റെ കൊണ്ടുപോകാം. നമുക്ക് ബ്രീത്തിങ് കറക്റ്റ് കിട്ടാൻ വേണ്ടി ഓക്സിജൻ ലെവൽ കറക്റ്റ് നോക്കി നമുക്ക് കൊണ്ടുപോകാം. പക്ഷെ അതിലും വലിയ സീരിയസ് ഉള്ള ഭയങ്കര ബുദ്ധിമുട്ടുള്ള പേഷ്യൻസ് ആണെങ്കിലാണ് ന്യൂമോതൊറാക്സും ചെസ്റ്റ് ഡ്രൈനും ഷുഡ് ബി ഇൻസ്റ്റാൾ എന്ന് പറയുന്നത്. അത് എസ്പെഷ്യലി പ്രത്യേകിച്ച് ബിഫോർ
ന്യൂമോതൊറാക്സ് എന്ന് വെച്ചാല്, ന്യൂമോതൊറാക്സ് എന്ന് പറയണത് ഈ പേഷ്യന്റിന്റെ ഒരു ഇത് തന്നെയാണ്. ഇതിന്റെ സംബന്ധിച്ച് നമ്മുടെ ചെസ്റ്റ് ഡ്രെയിൻ എന്ന് പറഞ്ഞില്ലേ, ന്യൂമോതൊറാക്സ് എന്ന് പറയണത് നമ്മുടെ അടിഞ്ഞുകൂടുന്ന പേഷ്യൻസിന്റെ ഡിസീസാണ്. അത് ഒരു ശ്വാസകോശം വഴി നമ്മളുടെ പേഷ്യൻസിന്റെ എന്താണ് സ്പേസില് അടിഞ്ഞുകൂടുന്ന അവസ്ഥ, വായു അടിഞ്ഞുകൂടുന്ന, ശ്വാസം അവർക്ക് കിട്ടാണ്ടാവും ഭയങ്കര തിക്കായിട്ട്. എങ്ങനെയാണ് ഇപ്പൊ പറയാ, ഭയങ്കര ചില പേഷ്യൻസിന് നമ്മൾ പറയും ഗ്യാസ് കയറിയിട്ട് നമ്മൾക്ക് എങ്ങനെയായിരിക്കും, ഗ്യാസ് കയറി നമുക്ക് നെഞ്ചിലെന്തോ ഇരിക്കണ പോലെ എന്ന് നമ്മൾ പറയും. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസ് എന്തായിരിക്കും, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമുക്ക്. പക്ഷെ നമ്മൾക്കറിയില്ല എന്തോ ഒരു വിഷമം, എന്റെ നെഞ്ചിൽ എന്തോ ഇരിക്കുന്നുണ്ട്. അത് ഗ്യാസ് തിങ്ങിയിട്ട്, ഗ്യാസ് തിങ്ങിയാന്ന് വെച്ചാൽ എന്താ, വായു വന്ന് നിറയുക. നമ്മുടെ വയറ്റിൽ ഭക്ഷണമൊന്നും ഇല്ലാണ്ടാവുമ്പോ വായു വന്ന് നിറഞ്ഞ് ചെസ്റ്റിന്റെ അവിടെ വന്ന് നിൽക്കും. അപ്പൊ നമുക്ക് ഭയങ്കര ഇറിറ്റേഷനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അതാണ് ന്യൂമോതൊറാക്സ് എന്ന് പറഞ്ഞത്. ലീക്ക് ആവുന്ന കണ്ടീഷൻ. ഇപ്പൊ ലീക്ക് ആവുന്ന കണ്ടീഷൻ ആയാലും ഗ്യാസ് വായു വന്ന് നിറഞ്ഞതും ന്യൂമോതൊറാക്സ് ആണ്. ഫുള്ള് വായു വന്ന ഒരു ബലൂണ് പോലെ നമ്മൾ ഇത് വന്ന് നിറഞ്ഞ് നമ്മളെ ശ്വാസം വിടുന്ന എങ്ങനെ, ശ്വാസം വിടാ പുറത്തേക്ക് എടുക്കുക. അപ്പൊ ശ്വാസം വരും, അപ്പൊ തന്നെ പുറത്തു പോകും, പിന്നെയും വരും, പിന്നെയും പുറത്തു പോകും. അപ്പൊ നമുക്ക് കുഴപ്പമില്ല, ഒരു റിലാക്സ് ചെയ്ത് പോകണം. ഇത് പുറത്തേക്കൊന്നും പോവാണ്ട് നമ്മൾ തിക്കാവേണം. നമ്മുടെ ചെസ്റ്റിന്റെ അവിടെ വന്ന് ന്യൂമോതൊറാക്സ് എന്ന് വെച്ചാൽ അങ്ങനെ തിക്കാവേണം. ശ്വാസമൊക്കെ വന്ന് നിറഞ്ഞ് നമുക്ക് ഒരു ഇത് പുറത്തേക്ക് പോകാനുള്ള ഒരു അവസ്ഥയില്ല, ഒരു ബുദ്ധിമുട്ട്. അപ്പൊ അങ്ങനത്തെ ഒക്കെ ഉള്ള ആ ഒരു ഡിസീസാണ്, ആ ഒരു അവസ്ഥ. അതാണ് ന്യൂമോതൊറാക്സ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് നമ്മൾ ചെസ്റ്റ് ഡ്രെയിനും ഷുഡ് ബി ഇൻസ്റ്റാൾഡ്, ട്രാൻസ്ഫറിന് മുമ്പ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം. പിന്നെ ട്രാൻസ്പോർട്ടിൽ ആണ് പ്രത്യേകിച്ച് ഇതിനെ കുറിച്ച് പറയണത്. അത് ഇവിടുത്തെ പേഷ്യൻസിനല്ല, പുറത്തുള്ള പേഷ്യൻസ്. അത് നമ്മൾ ട്രാൻസ്പോർട്ട് പഠിക്കാനുള്ളതിൽ വരും. ഒരു മിനിറ്റ് ഒന്ന് വായിച്ചു നോക്കി, എല്ലാവരും ഒന്ന് വായിച്ചു നോക്കി, ഒരു മിനിറ്റ് പറയാം. ഓക്കെ, കിട്ടിയ എല്ലാവർക്കും? ഓക്കെ, എല്ലാവർക്കും കിട്ടിയില്ലേ? ഇപ്പൊ ഇതില് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത ഉള്ളത്. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി ഡീറ്റെയിൽ ആയിട്ട് പറയാട്ടാ. ഓക്കെ, ക്ലാസ് വൈൻഡപ്പ് ചെയ്യട്ടെ. ഓക്കെ.